Good morning. അപ്പോൾ ചില വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 5th സെം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ റിവിഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു റിവിഷൻ ക്ലാസ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1 എൻറ്റയർലി കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും, അതായത് ടെക്സ്റ്റിൽ ഏകദേശം ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് 6ഓളം ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 5 മോഡ്യൂളിൽ 6ഓളം ചാപ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ എൻറ്റയർലി അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, അതിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ നോക്കുന്നത് ചാപ്റ്റർ 1 ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ ആണ് ഇവിടെ വെച്ച് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. മറ്റ് യൂണിവേഴ്സിറ്റീസിന് ഇത് ഉപകാരപ്പെടാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെറിയ കോൺസെപ്റ്റ് വൈസ് ചെറിയ കാര്യങ്ങളൊക്കെ ചിലതിൽ ഒമിറ്റ് ചെയ്യും, ചിലതിൽ ആഡ് ചെയ്യും എന്നല്ലാതെ ഓവറോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസിലും സെയിം ആയിട്ട് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കേണ്ടത്, അതിന് ഇൻട്രൊഡക്ഷനിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഓക്കെ, അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുള്ളൂ. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ഫിനാൻസ് എന്നുള്ളത്. ഓക്കെ, അതായത് വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻസ് എന്നൊരു ചോദ്യം 3 മാർക്കിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ഡെഫിനിഷൻ ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇൻ വേർഡ്സ് ഓഫ് പ്രാതർ ആൻഡ് വേർഡ്, ഫിനാൻസിങ് കൺസിസ്റ്റ് ഓഫ് റേസിംഗ്, പ്രൊവൈഡിങ്, മാനേജിങ് ഓൾ മണി, ക്യാപിറ്റൽ ഫണ്ട്സ് ഓഫ് എനി കൈൻഡ് ടു ബി യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ്. ബിസിനസ്സിനായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ പൈസേൻ്റെ പേരാണ് എന്ത്, ഫിനാൻസ് എന്ന് വെച്ചാൽ. ഫിനാൻസ് ഇസ് ദ ഫണ്ട് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ബിസിനസ്. ഓക്കെ, ദസ് ഫിനാൻസ് ഇസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഹാൻഡ്ലിങ് മണി. ഓക്കെ, അപ്പോൾ ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താണ്, കാശ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ആർട്ട് ആസ് വെൽ ആസ് എന്താണ്, സയൻസും കൂടിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മണി ആൻഡ് ഫിനാൻസ്. ഓക്കെ, കാശും അല്ലെങ്കിൽ മണി ആൻഡ് ഫിനാൻസ്, ഇത് രണ്ടും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, മണി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഫിനാൻസ്. മണി ഈസ് എനി കൺട്രീസ് കറൻസി വിച്ച് ഈസ് in the hands of a person or an organization, but finance may be defined as the provision of money at the time it is needed. Okay, അപ്പോൾ മണി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാശാണെന്ത് മണി എന്ന് വെച്ചാൽ. പക്ഷേ ഫിനാൻസ് അങ്ങനെയല്ല, ഹൗ ദ മണി ഈസ് യൂസ്ഡ്, എങ്ങനെയാണ് ആ പൈസ യൂസ് ചെയ്യുന്നത് എന്നതാണ് ഫിനാൻസ് പറയുന്നത്. ഓക്കെ, സോ പ്രൊവിഷൻ ഓഫ് മണി ഈസ് ഫിനാൻസ് ആൻഡ് മണി ഈസ് സിംപ്ലി ദ കറൻസി വിച്ച് ഈസ് ഹെൽഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് മണി ആൻഡ് ഫിനാൻസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി നെക്സ്റ്റ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ്, നെക്സ്റ്റ് വൺ ഈസ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. ജനറലി സ്പീക്കിംഗ്, ബിസിനസ് ഫിനാൻസ് മീൻസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് ബിസിനസ് ഫിനാൻസ് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഫിനാൻസ് കണ്ടെത്തുന്നതിൻ്റെ പേരാണ് എന്ത്, ബിസിനസ് ഫിനാൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, ദ ടേം ബിസിനസ് ഫിനാൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 terms വിച്ച് ഈസ് ബിസിനസ് ആൻഡ് ഫിനാൻസ്. ബിസിനസ് എന്താണ് ശരിക്കും, ബിസിനസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബിസിനസ്. ഫിനാൻസ് എന്താണ്, അതിന് വേണ്ടിയിട്ട് കാശ് വിനിയോഗിക്കുന്നതിൻ്റെ പേരാണ് ഫിനാൻസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി കാശ് വിനിയോഗിക്കുക എന്നുള്ളതാണ് ബിസിനസ് ഫിനാൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് പേജാണിത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബിസിനസ് ഫിനാൻസിൽ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് ഫിനാൻസ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ബിസിനസ് ഫിനാൻസ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് മോണിറ്ററി അഫെയർസ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് യൂസിങ് മണി ടു മേക്ക് മണി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് ഫിനാൻസ് ഇസ് ദ പ്രോസസ് ഓഫ് യൂസിങ് മണി ടു മേക്ക് മോർ മണി. ഓക്കെ, അതാണ് ബിസിനസ് ഫിനാൻസ് എന്ന് വെച്ചാൽ. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് അപ്രോച്ചസ് ഒക്കെ പറയുന്നുണ്ട് ബിസിനസ് ഫിനാൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊന്നും അത്രയ്ക്കൊരു റെലവൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ലാസ്റ്റിലേക്ക് ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത്, ഓക്കെ,
ഫിനാൻസ് എന്താണ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രോപ്പറായ ഡെഫിനിഷൻ അടുത്ത പേജിലാണ് കൊടുത്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത് മീനിങ് ആയിട്ട്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു റേസിംഗ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദെയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ in order to achieve overall objective of the firm. Okay, to achieve overall objective of the firm. അതായത് ഒരു ഫേമിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഹേസ്റ്റിങ്സ് കൊടുത്തിരിക്കുന്ന ഫിനാൻസിലെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ വേർഡ്സ് ഓഫ് PG Hastings, financial management is the art of raising and spending money. ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ ഹേസ്റ്റിങ്സിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ എഴുതിയാൽ മതി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് ദ ആർട്ട് ഓഫ് റേസിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻസ് ഫങ്ഷൻ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻസ് ഫങ്ഷനും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് അത് ചോദിക്കുകയാണെങ്കിൽ ചെറിയ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആക്ടിവിറ്റി കൺസേൺഡ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആണെങ്കിൽ, ഫിനാൻസ് ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അക്വയറിങ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആണെങ്കിൽ, ഫിനാൻസ് ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അക്വയറിങ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് എന്താണ് ഫണ്ടാണ്. അപ്പോൾ അതേ ഡിഫറൻസ് ഒരു 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതിയാൽ മതി. അത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ റെയറായിട്ടേ ചോദിക്കാറുള്ളൂ. ഓക്കെ, 45 മാർക്കിന് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചോദ്യത്തിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അധികം നമുക്കൊരു 6 മാർക്ക് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ആർ ദ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ പോയിൻറ്റ്സ് നോക്കുക, അനുബന്ധമായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിവരണം എഴുതാം. ഒന്നെന്താണ് മാനേജ്മെൻറ്റ് ഓഫ് മണി, കാശിൻ്റെ മാനേജ്മെൻറ്റ്. ബിസിനസ് എന്താണ്? ബിസിനസ് ഇൻവോൾവ് മാനേജ്മെൻറ്റ് ഓഫ് മണി. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ ഫങ്ഷൻ ഓർ ഇറ്റ്സ് എ പ്രോസസ് വെയർ മണി ഈസ് മാനേജ്ഡ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ് ശ്രദ്ധിക്കാം, ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കൺട്രോളും. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ എത്ര എമൗണ്ട് നമ്മൾ ഫണ്ട് ശേഖരിക്കണം ബിസിനസ്സിനായിട്ട്, അതെങ്ങനെ വിനിയോഗിക്കണം, ഈ വക കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് സക്സസ്. ബിസിനസ്സിൻ്റെ സക്സസ് എത്രമാത്രമെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പോലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് സാധിക്കും. അതാണ് അതിൻ്റെ മൂന്നാമത്തെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്. ഇനി നാലാമത്തെ പോയിന്റ് ഫോക്കസ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് പോയിന്റ് സെൻട്രലൈസ്ഡ് ആണത്, കൂടുതലും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതായത് അധികം എന്താണ് അത് അധികം ഡെലിഗേഷൻസ് ഉണ്ടാവില്ല, ഒരുപാട് പേർക്ക് അത് വീതിച്ച് കൊടുക്കില്ല പണി. അത് കൂടുതലും ഒരു അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ. അത് വീതിച്ച് കൊടുക്കാൻ പ്രയാസമാണ്, ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അത് ഒരു കേന്ദ്രീകൃതമായിട്ടൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുക. ആറാമത്തെ പോയിന്റ് അതൊരു കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാണ്, ഒരിക്കലും അത് തീരുന്നില്ല, അത് എപ്പോഴും എവർ ലാസ്റ്റിംഗ് ഫംഗ്ഷനാണത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്, ഇത് മൾട്ടി ഡിസിപ്ലിനറി ഫംഗ്ഷനാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ കോമേഴ്സ് പോലും ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫംഗ്ഷനാണ്. ഒരുപാട് ഇപ്പോൾ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്, സ്റ്റാറ്റി പഠിക്കുന്നുണ്ട്, നമ്മൾ BNM പഠിക്കുന്നുണ്ട്. അതൊക്കെ വേറെ വേറെ സബ്ജക്റ്റ് നമ്മൾ എടുത്തിട്ട് നമ്മളെ കോമേഴ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും മാത്സിൻ്റെ അംശങ്ങൾ വരുന്നുണ്ട്, സ്റ്റാറ്റിൻ്റെ അംശങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മറ്റ് സയൻസിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് തിയറീസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു സൈഡിങ് കൊടുത്തിരിക്കുന്നത് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സാധ്യതകൾ, സ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ട്രഡീഷണൽ അപ്രോച്ചാണ്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ദ ട്രഡീഷണൽ അപ്രോച്ച് ടു ദ സ്കോപ്പ് ഓഫ് ദ ഫിനാൻസ് ഫംഗ്ഷൻ ഇവോൾവ്ഡ് ഡ്യൂറിങ് 1920s and 30s. However, the traditional approach found its first manifestation in 1897 in the book Corporation Finance, written by T.L. Green.
Earlier the term financial management was known as corporation finance. In the initial stages its evolution, the scope of financial management was treated in the narrow sense of procurement of funds by corporate enterprises. അതായത് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ആശയം അത് കോർപ്പറേറ്റ് സെക്ഷനിൽ, അതായത് കമ്പനീസിന് മാത്രമായിരുന്നു അത്തരം ഒരു ആശയം ഉണ്ടായിരുന്നത്. ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൂടുതലായിട്ടും കോർപ്പറേറ്റ് സെക്ഷൻ അല്ലെങ്കിൽ കമ്പനീസിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ട്രാൻസിഷണൽ അപ്രോച്ചാണ്. ഓക്കെ, ട്രാൻസിഷണൽ അപ്രോച്ച്. ദ ട്രാൻസിഷണൽ അപ്രോച്ച് ബിഗാൻ അറൗണ്ട് ദ ഏർലി 40s. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ടായിരുന്നത് 20s-ലും 30s-ലും ആയിരുന്നു. ട്രാൻസിഷണൽ അപ്രോച്ച് 40s-ൽ, അതായത് 1940-കളിലായിരുന്നു ഉടലെടുത്തത്. ആൻഡ് കണ്ടിന്യൂഡ് ത്രൂ ദ ഏർലി 50s. ഇൻ ദ ട്രാൻസിഷണൽ അപ്രോച്ച് greater emphasis was being placed on the day-to-day problems faced by financial managers in the areas of funds analysis, planning and control. A representative work of the transitional approach is Essays on Business Finance by Wilford J. Elterman. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസിഷണൽ അപ്രോച്ചിൽ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജേഴ്സിന് ഡേ ടു ഡേ പ്രോബ്ലംസിനെ കുറിച്ചിട്ടും പിന്നെന്താണ് കൂടുതലായിട്ടും ആ ഒരു കാര്യം, അതായത് ഫിനാൻഷ്യൽ മാനേജേഴ്സിൻ്റെ ഫങ്ഷനാലിറ്റിയെ കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു ഈ ഒരു ലേറ്റർ സ്റ്റേജിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നീടാണ് മോഡേൺ അപ്രോച്ച് വരുന്നത്. ദ മോഡേൺ അപ്രോച്ച് വ്യൂസ് ദ ടേം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻ എ ബ്രോഡ് സെൻസ്, അതായത് ഒരു വൈഡായിട്ടുള്ളൊരു അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ മോഡേൺ അപ്രോച്ചിൽ പറയുന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു ദ മോഡേൺ അപ്രോച്ച് the finance function covers both acquisition of fund as well as their allocation. Okay, finance function is both one is acquisition of fund, അതായത് ഫണ്ട് സ്വീകരിക്കുകയും പിന്നീട് അത് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഫിനാൻസ് ഫംഗ്ഷൻ പറയുന്നത് മോഡേൺ അപ്രോച്ചിൽ. ഓക്കെ, thus the major concern of financial management is the efficient allocation of funds to various uses. Okay, അക്വിസിഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് ഫണ്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ കൃത്യമായിട്ട് അത് അലോക്കേറ്റ് ചെയ്യും വേണം. എക്വയർ ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യും വേണം. അപ്പോൾ മോഡേൺ അപ്രോച്ച് കുറച്ചും കൂടി വൈഡർ സെൻസാണ്. അത് വെറും കോർപ്പറേറ്റ് സെക്ഷനിലേക്കൊന്നും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കുറച്ചും കൂടി വൈഡർ സെൻസിലാണ് മോഡേൺ അപ്രോച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ മോഡേൺ അപ്രോച്ചിൽ ചില ഡിസിഷൻസ്, ദർ ആർ 3 broad areas or investment decisions to be made. The first one is investment decision, the second one is financing decision and the third one is dividend decision. Okay, അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്താണെന്നൊരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ ഈ 3 ഡിസിഷൻസിൻ്റെ പേര് നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഒന്ന് ഫിനാൻസിങ് ഡിസിഷൻ, ഒന്ന് ഡിവിഡൻഡ് ഡിസിഷൻ. അത് നമ്മുടെ മോഡേൺ അപ്രോച്ചിലുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു ചോദ്യമായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ട്രഡീഷണൽ അപ്രോച്ചിനെ കുറിച്ചിട്ടും ട്രാൻസിഷണൽ അപ്രോച്ചിനെ കുറിച്ചിട്ടും എഴുതുക, അതുപോലെ മോഡേൺ അപ്രോച്ചിനെ കുറിച്ചിട്ട് എഴുതുക. മോഡേൺ അപ്രോച്ചിൽ വരുന്ന ഈ 3 ഡിസിഷൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റായിട്ട് അതിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിലേറ്റ്സ് ടു സെലക്ഷൻ ഓഫ് അസറ്റ്സ് ഇൻ വിച്ച് ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ബൈ ദ ഫേം. Investment opportunities are numerous, but the financial resources are limited. Therefore, they have to be used very carefully. Financial resources should have invested only in the most profitable projects or assets. Okay, we all know that resources are limited. നമ്മുടെ റിസോഴ്സുകൾ അല്ലെങ്കിൽ നമുക്കുള്ള കാശ്, നമ്മുടെ ലേബർ, നമ്മുടെ ലാൻഡ്, ഇതൊക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് പ്രോpositionലാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡേൺ അപ്രോച്ചിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ വരുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന റിസോഴ്സ് അത് കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വെഞ്ചറിലാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി വരുന്നത് നെക്സ്റ്റ് പേജിലുണ്ട്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഫിനാൻസിങ് ഡിസിഷനാണ്. ഓക്കെ, എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ? അപ്പോൾ ഇവിടെ നമ്മൾ എവിടെ നിന്ന് ക്യാഷ് കടമെടുക്കണം എന്നുള്ളതാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഓക്കെ, ഫിനാൻസിങ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ സെലക്ഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഏത് സോഴ്സിൽ നിന്നാണ് ക്യാഷ് എടുക്കേണ്ടത്? ദർ ആർ മെയിൻലി 2 sources ഓഫ് ഫണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡെപ്റ്റ് ഫിനാൻസിങ്, കടം വാങ്ങുക. ദ സെക്കൻഡ് വൺ ഈസ് ഇക്വിറ്റി, അല്ലെ ഓണേഴ്സ് ഫണ്ട്. ഇക്വിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആ ഫിനാൻസ് എടുക്കുന്ന ആളും കൂടി നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഓണറായി തീരും. ഇക്വിറ്റി ഷെയർ ഇറക്കി നമ്മൾ ഫിനാൻസ് കണ്ടെത്തുകയാണെങ്കിൽ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിൽ ഓൾസോ ബിക്കം ഓണേഴ്സ് ഓഫ് എ കമ്പനി.
ഡെപ്റ്റ് ആണെങ്കിൽ എന്താണ് അവർ കടക്കാരായിരിക്കും, ബട്ട് വി ഹാവ് ടു റീപേ ദം ഇൻ എ പ്രോംപ്റ്റ് വേ. ഇക്വിറ്റി എടുത്താൽ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണമെന്നില്ല. പക്ഷേ ഡെപ്റ്റ് ആണെങ്കിൽ കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി തീരും. അപ്പോൾ ഈ രണ്ട് പ്രോപ്പോസിഷൻസ് ഉണ്ട് മെയിൻലി പറയുകയാണെങ്കിൽ ദർ ഇസ് ഡെപ്റ്റ് ഫിനാൻസിങ് ആസ് വെൽ ആസ് ദർ ഇസ് ഇക്വിറ്റി ഫിനാൻസിങ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത്. ഈ ഡെപ്റ്റ് തന്നെ ദർ ആർ സോ മെനി ഓപ്ഷൻസ്. അല്ല, കടം വാങ്ങുന്നത് ഏതൊക്കെ രീതിയിൽ ഡിബെഞ്ചർ ഇറക്കിയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ബാങ്ക് പോയി ലോൺ വാങ്ങാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നമുക്കെന്താണ് കടമായിട്ട് വാങ്ങാം. ഓക്കെ, ഈവൻ പ്രിഫറൻസ് ഷെയറിന് പോലും ഒരു ഡെപ്റ്റ് ഫിനാൻസിൻ്റെ സ്വഭാവമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിവിഡൻഡ് ഡിസിഷൻസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കണ്ടു, പിന്നെന്താണ് ഫിനാൻസിങ് ഡിസിഷനിൽ പറഞ്ഞത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കണ്ടു, ഫിനാൻസിങ് ഡിസിഷൻ കണ്ടു. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് ഡിവിഡൻഡ് ഡിസിഷനാണ്. ഓക്കെ, ഡിവിഡൻഡ് ഡിസിഷൻ ഇസ് കൺസേൺഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് റിറ്റെയിൻഡ് ഇൻ ദ ഫേം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇക്വിറ്റിയാണ് സമാഹരിച്ചിരിക്കുന്നത്, ഇക്വിറ്റി ഫിനാൻസാണ് സമാഹരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ കിട്ടുന്ന പ്രോഫിറ്റിൽ ഈ ഓഹരി ഉടമകൾക്കും കൂടി നമ്മൾ എന്ത് കൊടുക്കണം, ആ കിട്ടിയ പ്രോഫിറ്റ് വീതിച്ച് കൊടുക്കണം. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ, അതായത് സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനായിട്ട്, സ്ഥാപനം ഭാവിയിൽ യൂസ് ചെയ്യേണ്ട ഫണ്ടായിട്ട് അത് കരുതി വെക്കണം, അതേപോലെ എത്ര നമ്മളത് വീതിച്ച് കൊടുക്കണം. ഈ ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷനിൽ പറഞ്ഞത്. സോ at the scope of financing management, as a scope of financial management, the main scope is under modern approach. There are 3 decisions to be taken. First, okay, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, വാട്ട് ആർ ദ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻസ് ഓർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്, അതായത് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലെന്താ എഴുതിയിരിക്കുന്നത്, ദർ ആർ വേരിയസ് പാർട്ടീസ് ഇൻട്രസ്റ്റഡ് ഇൻ എൻ ഓർഗനൈസേഷൻ, ഷെയർ ഹോൾഡേഴ്സ്, മാനേജ്മെൻറ്റ്, വർക്കേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ് are the parties interested in an organization. It is required to safeguard the interest of all these parties. Hence, the goals of finance also varied. The objectives or goals of finance may be broadly classified into 2, financial and non-financial objectives. Okay, അതായത് ഫിനാൻസിൻ്റെയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും ഒബ്ജക്റ്റീവ്സ് ബേസിക്കലി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ്, ഒന്ന് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും ഒന്ന് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും. അതിന് മുൻപായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻസിനെ കൊണ്ട് എഫക്റ്റ് ചെയ്യുന്ന പാർട്ടീസ് ആരൊക്കെയാണ്, ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പിന്നെ മാനേജ്മെൻറ്റ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, സൊസൈറ്റി അറ്റ് ലാർജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ബേസിക്കലി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ഒന്ന് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ടും ഒന്ന് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവായിട്ടും. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഓക്കെ, വെൽത്ത് മാക്സിമൈസേഷൻ, പിന്നെന്താണ് വാല്യൂ മാക്സിമൈസേഷൻ. ഓക്കെ, അപ്പോൾ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഒന്ന് ഫിനാൻഷ്യലും ഒന്ന് നോൺ ഫിനാൻഷ്യലും ഉള്ളത്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ വരുന്നത് ഒന്ന് പ്രോഫിറ്റ്, ഒന്ന് വെൽത്ത്, പിന്നെ വാല്യൂ. ഈ മൂന്നും എന്താണ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദീസ് മേ ബി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ബിലോ. അതായത് ആദ്യം തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് ജനറലി റിഗാർഡഡ് ആസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓർ ബിസിനസ് എൻ്റർപ്രൈസ്. അതായത് ബിസിനസ് നിലകൊള്ളുന്നത് തന്നെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പേജാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, അക്കോർഡിംഗ് ടു മിൽട്ടൺ ഫ്രീഡ്മാൻ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ് ഇസ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. അക്കോർഡിംഗ് ടു ബിസിനസ്, ദ ബിസിനസ് ഓഫ് ബിസിനസ് ഇസ് ബിസിനസ്. ഓക്കെ, ബിസിനസ് എന്താണ്, ബിസിനസ്സിന് വേണ്ടി നിൽക്കുന്ന സാധനമാണ് ബിസിനസ് എന്നാണ് ഇവിടെ നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നൊരു ഡെഫിനിഷൻ. അപ്പോൾ ബിസിനസ് ഇറ്റ് സെൽഫ് ഇസ് എന്താണ്, പ്രോഫിറ്റ് മേക്കിംഗ് പ്രോസസ്സ്. ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് എന്ത്, ബിസിനസ് എന്ന് വെച്ചാൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇറ്റ് ഇസ് എ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ഇറ്റ് സെൽഫ് ആസ് വെൽ ആസ് ഇറ്റ്സ് വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളത് അങ്ങനെ എഴുതുക. അതായത് ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് എന്നുള്ളത് എഴുതുക. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും 4 പോയിന്റുകളിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പ്രോഫിറ്റ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ. പിന്നെന്താണ്, ഓർഗനൈസേഷൻ്റെ സർവൈവലിന് ഇത് വളരെ എസെൻഷ്യലാണ്. നെക്സ്റ്റ് എന്താണ്, ഇത് കൂടുതൽ എന്താണ്, ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതായത് ഓർഗനൈസേഷൻ ഇപ്പം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് ആയിരിക്കാം ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. പക്ഷേ ആ ഒരു ഒബ്ജക്റ്റീവ് നിറവേറണമെങ്കിൽ പോലും ദ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് എന്താണ്, പ്രോഫിറ്റ്.
ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മേക്കിങ്ങിന് അപ്പാർട്ട് വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ പോലും പ്രോഫിറ്റ് മേക്കിംഗ് ഷുഡ് ബി എന്താണ് ലൈഫ് ലൈൻ ഓഫ് ദ ബിസിനസ്. നാലാമത്തെ പോയിന്റ് എന്താണ്, മാക്സിമം പ്രോഫിറ്റ് മീൻസ് മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. ഫിഫ്ത്ത് പോയിന്റ്, മാക്സിമം പ്രോഫിറ്റ് എനേബിൾസ് ടു സെറ്റ് അസൈഡ് സഫിഷ്യൻറ്റ് ഫണ്ട്സ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അതായത് ബിസിനസ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് പോയിന്റ്, പ്രോഫിറ്റ് അട്രാക്ട്സ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ദെയർ സേവിങ് ഇൻ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും കൂടുതൽ സേവിങ്സ് സെക്യൂരിറ്റീസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ബിസിനസ് സ്ഥാപനങ്ങൾ കൂടുതൽ പ്രോഫിറ്റ് ഈടാക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് അവർക്ക് ലഭിക്കണം. ഇനി ഇതിന് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ അതിൻ്റെ ക്രിറ്റിസിസംസ് ചിലത് വന്നിട്ടുണ്ട് അതിൽ. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്രിറ്റിസിസംസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി ലോങ് ടേം ഒബ്ജക്റ്റീവ് സച്ച് ആസ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോലെ തന്നെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് എന്ന് വെച്ചാൽ അസറ്റ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റീവിനെ ഇവിടെ കൃത്യമായി കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റിംഗ് വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനം അവരുടെ വർക്കേഴ്സിനെ കൃത്യമായിട്ടും ചൂഷണം ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഒരു ഡ്രോബാക്ക് ആണ്, അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസമാണ്. ദ തേർഡ് പോയിന്റ് ഈസ് ഇറ്റ് അട്രാക്ട്സ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ വരും. അപ്പോൾ അതെന്താണ്, വളരെ ബിസിനസ്സിൽ, അതായത് വളരെ ഇല്ലീഗലായിട്ടും ഫ്രോഡുലൻ്റായിട്ടും ഒക്കെ ഉള്ള ബിസിനസ്സിലേക്ക് അത് വഴി തെളിയിക്കും. ഓക്കെ, ഇഫ് ദർ ഈസ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. ദ വേർഡ് കട്ട് ത്രോട്ട് ഇറ്റ് സെൽഫ് ഇസ് എ നെഗറ്റീവ് വേർഡ് അല്ലേ. മറ്റൊരാളെ പറയുകയാണെങ്കിൽ അവരുടെ ത്രോട്ട് മുറിച്ചു മാറ്റുക, അല്ലെങ്കിൽ യു ആർ ഈവൻ റെഡി ടു കിൽ അതേഴ്സ് ഫോർ യുവർ വിക്ടറി. അതാണ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വന്നാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ സൊസൈറ്റി ആസ് വെൽ ആസ് ഫോർ ബിസിനസ്. പിന്നെ ഫോർത്ത് പോയിന്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ വെൽഫെയർ, ദെൻ ബിസിനസ് സ്ഥാപനം സൊസൈറ്റിൻ്റെ വെൽഫെയർ നോക്കില്ല. അതായത് ഇപ്പോൾ ഒരു പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അവിടെ വെക്കണം എന്നൊക്കെ ഒരു ഫാക്ടറിനോട് പറയുകയാണ്. ഇഫ് ദ ഫാക്ടറി ഈസ് കീൻ ഓൺ ജസ്റ്റ് മേക്കിംഗ് പ്രോഫിറ്റ് ദേ വിൽ നോട്ട് ഇൻസ്റ്റാൾ സച്ച് എൻ ഇൻസ്റ്റലേഷൻ അല്ലേ. അപ്പോൾ അവർ വെറും പ്രോഫിറ്റിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു സ്ഥാപനമാണെങ്കിൽ ദേ വിൽ നോട്ട് ഇൻസ്റ്റാൾ എനി സൊസൈറ്റിക്ക് ഗുണകരമാവുന്നൊരു കാര്യം അവർ ചെയ്യില്ല. ദേ വിൽ ഓൺലി ലുക്ക് ഫോർ ദ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അത് മറ്റൊരു ക്രിറ്റിസിസമാണ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് അട്രാക്ട്സ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ് ഇൻ്റർവെൻഷന് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇഗ്നോർസ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. അൺസർട്ടനിറ്റിയും റിസ്ക്കും ഒക്കെ ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമൈസേഷൻ ഓഫ് വെൽത്തിൽ എന്താണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഗോൾ എന്ന് വെച്ചാൽ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ആണ്. അപ്പോൾ മാക്സിമൈസേഷൻ ഓഫ് വെൽത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സോളമൻ എസ്ര, ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത്. അക്കോർഡിംഗ് ടു ഹിം, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഇസ് ഹാഫ് ആൻഡ് അൺറിയൽ മോട്ടീവ്. He further said that proper goal of financial management is maximization of wealth of equity shareholders. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ടെമ്പററി അല്ലേ, ഒരു ടെമ്പററി ആശ്വാസം മാത്രമാണ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഒരു ടെമ്പററി റിലീഫ് മാത്രമാണത്. ഇഫ് യു നീഡ് എ ലോങ് ടേം റിലീഫ് യു നീഡ് ടു ഹാവ് ആമ്പിൾ വെൽത്ത് വിത്ത് യു. നമുക്ക് കൃത്യമായിട്ടുള്ള സമ്പാദ്യങ്ങൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഫ്യൂച്ചർ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ പേരാണ് അസറ്റ്സ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കെന്തുള്ളൂ, നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു ക്രിയേറ്റ് വെൽത്ത് ഫോർ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അതാണ് സോളമൻ എസ്ര പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. പ്രോഫിറ്റ് ഈസ് ജസ്റ്റ് ആൻ ടെമ്പററി ഓർ എ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് എനി ഓർഗനൈസേഷൻ. ദ ലോങ് ടേം ഒബ്ജക്റ്റീവ് ഷുഡ് ബി വെൽത്ത് മാക്സിമൈസേഷൻ. സോ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ദ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ടു വെൽത്ത് മാക്സിമൈസേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ അഡ്വാൻറ്റേജസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് കണ്ട പോലെ തന്നെ ഇവിടെ നോക്കുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്?
അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി. വെൽത്ത് മാക്സിമൈസേഷനിൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന ക്യാഷിൻ്റെ നിലവിലെ വില കണ്ടെത്തുക. ഓക്കെ, ഇന്ന് നമ്മൾ ചിലവാക്കാൻ പോകുന്ന ക്യാഷിൻ്റെ ഭാവിയിലെ വില അത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്നതാണ്. അതായത് നമുക്കറിയാം, ഇന്നിപ്പോൾ നമുക്കൊരു 1,00,000 രൂപ ഉണ്ടെങ്കിൽ അത് 5 കൊല്ലം കഴിയുമ്പോൾ ആ 1,00,000 രൂപേൻ്റെ ഇന്നത്തെ വാല്യൂ, ഇന്ന് ആ 1,00,000 രൂപക്ക് കിട്ടുന്ന സാധനം നമുക്ക് അടുത്ത 5 കൊല്ലത്തിന് ശേഷം കിട്ടില്ല. കാര്യം ദ വാല്യൂ ഓഫ് മണി ഈസ് ഡിമിനിഷിങ് ആസ് ടൈം പാസസ്. അപ്പോൾ അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വെൽത്ത് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവിൽ. പക്ഷേ അത് പ്രോഫിറ്റ് മാക്സിമൈസേഷനിലൊന്നും അത് കൃത്യമായിട്ട് അത് പരിഗണിക്കുന്നില്ല. ഓക്കെ, സോ ടൈം വാല്യൂ ഓഫ് മണി ഈസ് കൺസിഡേർഡ് ഇൻ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ടേക്സ് കെയർ ഇൻട്രസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓണേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ദ പബ്ലിക് അറ്റ് ലാർജ്. ഓക്കെ, അതായത് ഇത് മറ്റുള്ളവരുടെ, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ, ഓണേഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ, അതേപോലെ പബ്ലിക്കിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് പരിഗണിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഫുൾഫിൽസ് ദ ഗോൾസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് ഇത് ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ടും സഹായിക്കുന്നുണ്ട്. ദ ഫോർത്ത് പോയിന്റ് ഈസ് ഇറ്റ് കൺസിഡേഴ്സ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് ഇത് റിസ്ക്കും അൺസർട്ടനിറ്റിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഇറ്റ് ഫോക്കസസ് ഓൺ ദ ലോങ് ടേം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ദീർഘകാലത്തേക്കുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദി റിസോഴ്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഹാവ് ബീൻ യൂസ്ഡ് എഫക്റ്റീവ്ലി ടു അക്കോംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ റിസോഴ്സസ് കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൃത്യമായിട്ട് നമ്മുടെ വെൽത്ത് മാക്സിമൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾ 5 പോയിന്റോ 4 പോയിന്റോ പഠിച്ചു വെക്കാം. ഫുള്ളായിട്ട് പഠിക്കേണ്ട, കൃത്യമായിട്ട് അതിൻ്റെ കീ വേർഡ്സ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് റിസോഴ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു, ലോങ് ടേം ഗ്രോത്തും സഹായിക്കുന്നു, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അത് കൺസിഡർ ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഗോളുകൾ കൺസിഡർ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓഫ് ഓണേഴ്സ്, എംപ്ലോയീസ് ഒക്കെ നോക്കുന്നു, സൊസൈറ്റി, ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കീ വേർഡ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇത് ബൈഹാർട്ടാക്കിയതിന് ശേഷം നമ്മൾ ആ എക്സാം ഹോളിൽ ചെന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റൻസ് നമുക്ക് സ്വന്തം നമ്മൾ ഓൺ വേർഡ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് ഇത് വായിക്കാം. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. ഇനി നെക്സ്റ്റ് വരുന്നത് ദ ക്രിറ്റിസിസം ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. വെൽത്ത് മാക്സിമൈസേഷനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ദർ ആർ ക്രിറ്റിസിസം ഫോർ വെൽത്ത് മാക്സിമൈസേഷൻ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻക്രീസിംഗ് വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഡിഫേഴ്സ് ഫ്രം കമ്പനി ടു കമ്പനി. ചില കമ്പനീസ് ദേ ഡോണ്ട് വാണ്ട് ടു ഇൻക്രീസ് ദർ വെൽത്ത്, ദേ ജസ്റ്റ് വാണ്ട് ദർ ഷോർട്ട് ടേം പ്രോഫിറ്റ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, കമ്പനീൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക, കമ്പനിയിൽ നിലനിൽക്കണമെങ്കിൽ വെൽത്തിൻ്റെ ആവശ്യം മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സർവീസ് നന്നായി തന്നെ മതി, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗുഡ്സ് അതിന് എപ്പോഴും നമ്മൾ റെലവൻ്റായി നിന്നാൽ തന്നെ മതി. അപ്പോൾ ചില കമ്പനീസ് ഈ ഡിഫേഴ്സ്, അവരുടെ താല്പര്യങ്ങൾ ചിലപ്പോൾ മാറാം. ഓക്കെ, അപ്പോൾ ചില കമ്പനീസിന് ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവിൻ്റെ ആവശ്യം വരില്ല. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ലീഡ്സ് ടു കൺഫ്യൂഷൻ ആൻഡ് മിസ് റെപ്രസെൻറ്റേഷൻ ടു ദി ഫിനാൻഷ്യൽ പോളിസി വെദർ ടു ഇൻക്രീസ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ദി ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് സച്ച് ആസ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡറിൻ്റെ വെൽത്താണോ ഇൻക്രീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, അതേമാതിരി ഡെപ്റ്റ് ഫിനാൻസ് എടുത്ത ആൾക്കാരുടെ വെൽത്ത്, അല്ലെങ്കിൽ അവരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് എന്നൊരു ചർച്ചയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആസ് വെൽ ആസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ദേ ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി മോസ്റ്റ്ലി. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഒരു സെമി ക്രെഡിറ്റേഴ്സ് ആണ്. കാര്യം അവർ ഫുള്ളി അവരെ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിച്ചൂടാ, അതും ഷെയർ തന്നെ അവർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരെ ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ മറ്റൊരു പോയിൻ്റായിട്ട് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് നോട്ട് സോഷ്യലി ഡിസൈറബിൾ. ഇത് സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. സൊസൈറ്റിക്ക് ഒരാളുടെ അടുത്ത് മാത്രമേ വെൽത്ത് സമാഹരിക്കുന്നത്. വെൽത്തിനൊരു പരിമിതി ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും എവരി പേഴ്സൺ ലിവിങ് ഇൻ ദിസ് വേൾഡ് ഷുഡ് ഹാവ് an equal amount of wealth with them. അല്ല, എല്ലാവർക്കും ഒരേ തരത്തിലായിരിക്കണം വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ പോകേണ്ടത്. അപ്പോൾ അതൊരു സൊസൈറ്റൽ മൊറാലിറ്റിയാണ്. അപ്പോൾ അതിനെ ഭംഗം വരുത്തുന്ന ഒരു കാര്യമാണ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. അല്ലേ, നമുക്ക് ആവശ്യത്തിന് അധികം വെൽത്ത് വന്നു കഴിഞ്ഞാൽ വരും, അത് കിട്ടേണ്ട വേറെ ആൾക്ക് അത് നഷ്ടപ്പെടുക ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഒരു സൊസൈറ്റിയിലായിട്ടുള്ളൊരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്.
ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്? ഹൗ വിൽ യു ഗെറ്റ് വെൽത്ത് ഇഫ് യു ഗെറ്റ് മോർ പ്രോഫിറ്റ്? ഓക്കെ, വെൽത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ മതി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന് അവിടെ ആ ഒരു മിസ്റ്റേക്ക് അവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് തന്നെ പോരെ. എന്താണ്? കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ യു ക്യാൻ ഏൺ സോ മെനി വെൽത്ത്. അപ്പോൾ എന്താ വെൽത്ത് മാക്സിമൈസേഷൻ അതിന് ഡിഫറാക്കി പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓൺലി ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്. വലിയ ഓർഗനൈസേഷൻസിന് മാത്രമാണ് വെൽത്തിൻ്റെ പ്രശ്നം വരിക, അല്ലെ? ഇപ്പോൾ ചെറിയ ഓർഗനൈസേഷൻസിൽ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ ദേ വിൽ ഓൺലി ലുക്ക് അറ്റ് എന്താണ്? ഹൗ ടു മാക്സിമൈസ് ദർ പ്രോഫിറ്റ്. പിന്നെ വെൽത്ത് വന്നോളല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണെന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്, വെൽത്ത് മാക്സിമൈസേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു 6 പോയിൻ്റ്, ഇതിൽ 8ഓളം പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു 6 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഷോർട്ട് ടേം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നേരെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? നിങ്ങൾക്ക് തന്നെ നോക്കിച്ചാൽ മതി, അത് ഷോർട്ട് ടേം ആണ്. വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്? ഇറ്റ് ഈസ് ലോങ് ടേം. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണ്? എയിംസ് അറ്റ് മാക്സിമൈസിങ് പ്രോഫിറ്റ്. മാക്സിമൈസിങ് പ്രോഫിറ്റ് ആണ്. ഇവിടെ എന്താണ്? മാക്സിമൈസിങ് വെൽത്ത് ആണ്. 2 പോയിന്റ് അവിടെ നമുക്ക് കിട്ടി. ഒന്ന് ഷോർട്ട് ടേം ആണ്, ലോങ് ടേം ആണ്. ഒന്ന് മാക്സിമൈസിങ് പ്രോഫിറ്റ് ആണ്, ഒന്ന് മാക്സിമൈസിങ് വെൽത്ത് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഇതെന്താണ്? ഇത് ഒരു സ്ഥാപനത്തിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതാണ്. ഇതൊരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെഷർ ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ പ്രോഫിറ്റ് മേക്കുന്ന ഒരു സ്ഥാപനം, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം എന്താണ്? ദേ ഷുഡ് ബി മോർ എഫക്റ്റീവ്, അല്ലേ? അവർ കൂടുതൽ എഫക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നത്. പക്ഷേ വെൽത്ത് ഉണ്ടാവണേ എന്താണ്? അവർ കുറച്ച് സ്റ്റേബിൾ ആയൊരു സ്ഥാപനമാണ്. കാരണം അവർക്ക് പെട്ടെന്ന് എന്താണ്? എന്തെങ്കിലും ഒരു കടബാധ്യത നിന്ന് പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന് പെട്ടെന്ന് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ദേ മൈറ്റ് ഗോ ഇൻസോൾവെൻറ്റ്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഒരു പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന് എന്താണ്? വരാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി, ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ ഇറ്റ് കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഇത് എന്താണ്? ഡസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇൻക്രീസിങ് EPS ഡയറക്ട്ലി ഇൻ ഇൻക്രീസിങ് അതായത് ഏണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാൻ ഇവിടെ വലിയൊരു താല്പര്യമില്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഏണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാൻ, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാനാണ് ഈ വെൽത്ത് മാക്സിമൈസേഷന് കൂടുതലും എംഫസൈസ് ഉള്ളത്. ബട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡസ് നോട്ട് ഗിവ് സോ മച്ച് എംഫസൈസ് ഓൺ EPS. ഓക്കെ, പിന്നെന്താ പറയുന്നത്? നെക്സ്റ്റ് പോയിന്റ്, ഇത് സൊസൈറ്റിയെ ഇഗ്നോർ ചെയ്യുന്നു. ഇത് സൊസൈറ്റിയെ ഒരു പരിധിവരെ കൺസിഡർ ചെയ്യുന്നു എന്നാണ് വെൽത്ത് മാക്സിമൈസേഷനിൽ പറയുന്നത്. ഇതൊരു ട്രഡീഷണൽ അപ്രോച്ചാണ്, ഇതൊരു മോഡേൺ അപ്രോച്ചാണ്. പക്ഷേ ഇതെന്താണ്? റിസ്ക് ഫാക്ടർ ഇഗ്നോർ ചെയ്യുന്നു, ഇത് റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഡിഫറൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം, അപ്പോൾ ഇതിൽ വരാത്ത കാര്യങ്ങൾ എന്താണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അതായത് വെൽത്ത് മാക്സിമൈസേഷനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, ഇതിൽ ഇല്ലാത്ത കാര്യങ്ങൾ വെൽത്ത് മാക്സിമൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ ഡിഫറൻസ് ഒന്ന് നന്നായി പഠിക്കുക, എന്നിട്ട് ഈ അഡ്വാൻറ്റേജും ലിമിറ്റേഷനൊക്കെ നോക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് വാല്യൂ മാക്സിമൈസേഷൻ. അതായത് അടുത്ത പോയിന്റ്, അതായത് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ ദർ ആർ 3 മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, സെക്കൻഡ് വൺ ഈസ് വെൽത്ത് മാക്സിമൈസേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് വാല്യൂ മാക്സിമൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റും വെൽത്തും കണ്ടു. വാല്യൂ മാക്സിമൈസേഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ദ പ്രൈം ഗോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ടു മാക്സിമൈസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ്. ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആക്ട് ആസ് എ ബെഞ്ച് മാർക്ക് ടു മെഷർ ദ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവിൽ പറയുന്നത് ഏതൊരു സ്ഥാപനത്തിൻ്റെയും പ്രൈം ഒബ്ജക്റ്റീവ് ഷുഡ് ബി എന്ത്? ടു മേക്ക് മോർ ഓർ ടു മേക്ക് ഇറ്റ്സ് ഷെയർ പ്രൈസ് ഇൻക്രീസിങ്. ഓക്കെ, അതായത് ഷെയറിൻ്റെ വില വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്നാണ് വാല്യൂ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ഷെയറിൻ്റെ വില കൂടുക എന്ന് പറയുമ്പോൾ
ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ മറ്റു കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിലോ മാർക്കറ്റിൽ തന്നെ എന്തൊരു ഇത് വരും, ഒരു ഇംപ്രഷൻ വരും, ദാറ്റ് ദ കമ്പനി ഈസ് ഡൂയിങ് ഗുഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഷെയറിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സോ വാല്യൂ മാക്സിമൈസേഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കീവേഡ് എന്താണ്? വാല്യൂ ഓഫ് ഷെയർ, ഇൻക്രീസിങ് വാല്യൂ ഓഫ് ഷെയർ, ഇൻക്രീസിങ് വാല്യൂ ഓഫ് ഷെയർ എന്നുള്ളത് പഠിച്ചു വെക്കുക. സോ ആ ഒരു വേർഡ് ആയിരിക്കണം നമ്മുടെ ആൻസറിൽ വരുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ എ കമ്പനി ഷുഡ് ബി ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ഷെയർസ്. ഓക്കെ, ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അതാണ് വാല്യൂ മാക്സിമൈസേഷനിൽ വരുന്നത്. അത് മാത്രം അതിൽ നോക്കി വെച്ചാൽ മതി. ഇനി അടുത്ത എന്താണ്? നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്താണ് അവിടുന്ന് ഏകദേശം പോയിന്റ്സ് നോക്കുക. ഇതിൻ്റെ വിവരണം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓടിച്ചിട്ട് വായിക്കുക. പോയിന്റ്സ് നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ട് ആ നേരത്തെ അറിയണം എക്സാമിനേഷൻ ടൈമിൽ. ഓക്കെ, അപ്പോൾ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ പോയിന്റ് എൻഹാൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, മാനേജ്മെൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റ് പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ വെൽബീയിങ്. ഓക്കെ, അതായത് സൊസൈറ്റിക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത്തെ പോയിന്റ് പറയുന്നത് കസ്റ്റമേഴ്സിനുള്ള കൃത്യമായ സർവീസ് കൊടുക്കുക. ഒന്നിവിടെ എന്താണ് എംപ്ലോയി, ഒന്നിവിടെ എന്താണ് മാനേജ്മെൻറ്റ്, ഒന്നിവിടെ സൊസൈറ്റി, ഒന്ന് കസ്റ്റമർ. എംപ്ലോയി, മാനേജ്മെൻറ്റ്, സൊസൈറ്റി, കസ്റ്റമർ. ഈ 4 പേർക്കുമാണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ആർക്കാണ്? അപ്പോൾ ഇത് നിങ്ങൾ ഈ 4 പേരുകളോ ആലോചിക്കുക. ഒന്നാണ് എംപ്ലോയി, നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ്, ദ തേർഡ് വൺ ഈസ് സൊസൈറ്റി ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് കസ്റ്റമർ. ഇവർക്കൊക്കെ എന്ത് കൊടുക്കുക? ഗിവിങ് എ ബെറ്റർ എന്താണ് സർവീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അവിടെ തന്നെ എക്സാമിനേഷൻ ഹോളിൽ നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടു. ഇനി നിങ്ങളിതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ടൈം വാല്യൂ ഓഫ് മണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ്, അതായത് ഇന്ന് കിട്ടുന്ന 1 രൂപ, 1 rupee ടുഡേ മൈറ്റ് ബി 50 പൈസ ആഫ്റ്റർ 5 years. ഓക്കെ, ഇന്ന് കിട്ടുന്ന 1 രൂപ ചിലപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ അതിന് ഉണ്ടാവുള്ളൂ 50 പൈസ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മൂല്യം, ടൈം വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളോട് 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 50 പൈസ തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് അതിന് കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് അറിയണം. അപ്പോൾ അതിനൊരു കാൽക്കുലേഷൻ ഫിനാൻസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു സമയം എന്ന് വെച്ചാൽ 2022 അപ്പോൾ 2027 നിങ്ങൾക്ക് കിട്ടുന്ന ഈ പറയുന്ന 50 പൈസ 2022 നിങ്ങൾക്ക് അതിന് 1 രൂപേൻ്റെ വില ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം വാല്യൂ ഓഫ് മണി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ നമ്മൾ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. 1 രൂപക്ക് 5 കൊല്ലം കഴിഞ്ഞാൽ എന്താണ് വില എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുന്നതിൻ്റെ പേര് എന്താണ്? ഇത് ഫ്യൂച്ചർ വാല്യൂ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ വില എന്താണ്? ഇത് പ്രസൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് നമ്മളോട് ഇപ്പോൾ തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് മണി ചേഞ്ചസ് ഇറ്റ്സ് ടൈം, ചേഞ്ചസ് വിത്ത് ടൈം. This is due to the presence of a return factor or interest factor. Thus, money earns money. അതായത് ഇൻട്രസ്റ്റ് ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണി കുറയുന്നത്. അല്ലെ, നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടാൽ 1 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 1 lakh ഇട്ടാൽ 1 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 1,10,000 ബാങ്കിലേക്ക് കയറും FD ഒക്കെ ഇടുകയാണെങ്കിൽ. കാരണം ക്യാഷിന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണി വരാൻ കാരണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൈം വാല്യൂ ഓഫ് മണിയുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. The concept of time value of money is based on the fact that money has a time value. This means that the value of money depends upon time. അതായത് രൂപയുടെ അല്ലെങ്കിൽ ക്യാഷിൻ്റെ വില, കറൻസിയുടെ വില എന്തിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു? ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ടൈം. ഓക്കെ, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് മണി ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇവിടെ ടൈം വാല്യൂവിനൊരു ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിഫൈൻഡ്
as the value derived from the use of money over time as a result of investment and reinvestment. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിനും റീഇൻവെസ്റ്റ്മെൻറ്റിനും എന്താണ് ക്യാഷ് എന്ത് വരുന്നുണ്ട്, റിസൾട്ട്, അതിൻ്റെ റിസൾട്ടായിട്ട് ക്യാഷിന് എന്ത് വരുന്നുണ്ട്, അതിൻ്റെ ടൈം വാല്യൂവിന്, അതായത് ഓരോ ടൈമിന് അതിന് ഓരോ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റായിട്ട് അല്ലെങ്കിൽ ഡെഫിനേഷനായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഡെഫിനേഷൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താണ് റീസൺസ് ഫോർ ടൈം വാല്യൂ ഓഫ് മണി, എന്തുകൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണി നിലനിൽക്കുന്നത്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്തത് ചോദ്യം. അപ്പോൾ അത് ചിലപ്പോൾ ചെറിയ മാർക്കിന് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ടൈം വാല്യൂവിനെ പറ്റിയിട്ട് വലിയൊരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ റീസൺസ് ഒക്കെ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതി വെക്കാം. ഓക്കെ, ആ ഒരു കണ്ടൻറ്റിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് ഈ റീസൺസ് ഒക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അൺസേർട്ടനിറ്റിയും റിസ്ക്കും ഉള്ളത് കൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണി നിലനിൽക്കുന്നത്. ഓക്കെ, മണി നൗ ഇസ് സർട്ടൻ ബട്ട് മണി റിസീവബിൾ ടുമോറോ ഇസ് അൺസേർട്ടൻ. അല്ലേ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് എന്തുണ്ട്, നമ്മുടെ കയ്യിലുള്ളതാണ്, ഇറ്റ്സ് എ സർട്ടൻ മണി. ഭാവിയിൽ കിട്ടും എന്ന് വിചാരിക്കുന്ന പൈസയോ ഇറ്റ് ഇസ് അൺസേർട്ടൻ. അപ്പോൾ അതുകൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണി നിലനിൽക്കുന്നത്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷൻ. അല്ലേ, നമുക്ക് നിലവിലെ കൺസംഷന് വേണ്ടിയിട്ടാണ് അല്ലെ അതിന് ഉതകുന്ന ഒരു കാര്യമാണ് ടൈം വാല്യൂ ഓഫ് മണി. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങണമെന്നുണ്ട്, നമുക്ക് പൈസ കൂട്ടി വെച്ച് വാങ്ങുമ്പോഴേക്കും അതിൻ്റെ വില കൂടും. അപ്പോഴും നമുക്ക് അധികം വില കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ആ സാധനം നമുക്ക് വാങ്ങാൻ സാധിക്കും. ഈ ടൈം വാല്യൂ ഓഫ് മണീൻ്റെ കോൺസെപ്റ്റ് നോക്കിയാലേ, ഇപ്പോൾ നമ്മൾ 2 ലക്ഷത്തിന് വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ 2 കൊല്ലം നമ്മൾ അതിനൊരു EMI അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ് അത് വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ 2,30,000 40,000 കൊടുക്കേണ്ടി വരും. എക്സ്ട്രാ നമ്മൾ ഒരു 30,000 ഇതിനോട് കൊടുക്കേണ്ടി വരും. പക്ഷേ ആ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏകദേശം മനസ്സിലാവും 2 വർഷം കഴിയുമ്പോഴേക്കും വണ്ടികളുടെ വില കൂടുകയാണ്. 30,000 കൂട്ടിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 15,000 എങ്കിലും വണ്ടിക്ക് വില കൂടും. അല്ലേ, അപ്പോൾ നമ്മുടെ 2 വർഷം ആ സാധനം യൂസ് ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ വി ആർ വാക്കിംഗ് ടുവേർഡ്സ് അവർ ഡെത്ത്. അല്ലെ, നമ്മളെല്ലാം നമ്മുടെ ഇല്ലായ്മയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്. അല്ലെ, നമ്മൾ സമയം ചെല്ലുന്തോറും നമ്മൾ വി ആർ ലൂസിങ് ആ ടൈം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു EMI ഇട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലോൺ ഫെസിലിറ്റി ഇട്ട് അതിൻ്റെ കൂടെ ഒരു 30,000 രൂപയും കൂടെ എക്സ്ട്രാ ഇൻട്രസ്റ്റ് അടിച്ച് നമ്മൾ ആ ഒരു സാധനം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് അത് ടൈം വാല്യൂ ഓഫ് മണിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ബെനിഫിറ്റ് വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ, 4ാമത്തെ പോയിന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നെക്സ്റ്റ് പോയിന്റ് കൂടുതലും പർച്ചേസിങ് പവർ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതുകൊണ്ടാണ് ഇപ്പോൾ വലിയ വലിയ വാഹനങ്ങളും വലിയ വില കൂടിയ മൊബൈൽ ഫോണുകളൊക്കെ ആൾക്കാർ ഈസി ആയിട്ട് വാങ്ങുന്നത്. അതായത് EMI ഫെസിലിറ്റി. ഓക്കെ, അപ്പോൾ EMI ഫെസിലിറ്റി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് കാലം ചെന്ന് വാങ്ങിയാലും ഇപ്പോൾ വാങ്ങിയാലും നമുക്ക് സെയിം എഫക്റ്റാണ് വരുന്നത്. സോ ദാറ്റ് വി ക്യാൻ യൂസ് ദ ഐറ്റം ടുഡേ സെൽഫ്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ EMI കൊടുത്താലും നമുക്ക് സാധനം സുഖമായിട്ട് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് റീസൺ ഫോർ ടൈം വാല്യൂ ഓഫ് മണി. ഇനി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പോയിന്റ് നോക്കുക. ഇറ്റ് മെഷേഴ്സ് വർത്ത് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വർത്ത്, അതിൻ്റെ മൂല്യം അളക്കാൻ ടൈം വാല്യൂ ഓഫ് മണി കൊണ്ട് സാധിക്കും. നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി പൈസ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം അളക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഭാവിയിൽ കിട്ടാൻ പോകുന്ന കാശിനെ കുറിച്ചാണ് അറിയുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ ഇന്നത്തെ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ അത് എത്ര വരുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലുള്ള വാല്യൂ ഭാവിയിൽ ഇവർ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടാൻ നമുക്ക് വിചാരിക്കുന്ന ഒരു റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര വരുമെന്ന് നമുക്ക് അളക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വേർത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട്. 2ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ഫിനാൻസിങ് ഡിസിഷൻ. എവിടുന്ന് കടം വാങ്ങണം എന്നുള്ള ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞ ബോറോയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഏറ്റവും കുറവുള്ളൊരു സ്ഥലം നോക്കിയിട്ട്
നമുക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ഓവറോൾ ആസ്പെക്റ്റ് നോക്കിയിട്ട് എവിടെ നിന്നാണ് കൃത്യമായി ഫിനാൻസ് എടുക്കുക എന്നുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദ ക്രെഡിറ്റ് പോളിസി. ഒരു സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റ് പോളിസി എവിടെ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ ആർക്കൊക്കെ നമ്മൾ ഫിനാൻസ് കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് സാധിക്കും. നാലാമത്തെ പോയിന്റ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. റിസ്ക്കും അൺസർട്ടനിറ്റിയും എത്രയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 പോയിന്റുകളാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടെക്നീക്സ് ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണിയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടെക്നീക്സ് ആൻഡ് ഓർ കോൺസെപ്റ്റ്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ അതിൽ ആദ്യത്തെ കോൺസെപ്റ്റായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ടിങ് വാല്യൂ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ടെക്നീക്കാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മുടെ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, മാത്സിൽ നമ്മൾ പഠിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോമ്പൗണ്ടിങ് ടെക്നിക്ക് എന്ന് നോക്കാം. അതായത് ഫ്യൂച്ചർ വാല്യൂ കണക്കാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻഡിങ് ഔട്ട് ഫ്യൂച്ചർ വാല്യൂ. അപ്പോൾ അതിന് നമ്മളിതിൻ്റെ ഒരു തിയറിയിലേക്ക് കടക്കുന്നതിനെക്കാട്ടും നല്ലത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഇക്വേഷനിലേക്ക്, ഓക്കെ, എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. എമൗണ്ട് നമുക്ക് ഇവിടെ ലഭിക്കാവുന്ന എമൗണ്ട് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, അതായത് ഭാവിയിലുള്ളൊരു എമൗണ്ട് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന തുക, അതിന് കൂടെ 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. A = P × 1 + R⁻n. അപ്പോൾ A നമ്മൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന തുകയാണ് A. അത് നമുക്ക് എങ്ങനെയാണ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിക്ഷേപിക്കുന്ന തുക, അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻറ്റു 1 + R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ⁻n ആണ്. ഓക്കെ, R⁻n, ഇവിടെ എന്താണ് ഒരു n വരും, ⁻n. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ A എന്ന് വെച്ചാൽ എന്താണ്, എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ആണ്. P എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പീരീഡ് ആണ്. ഓക്കെ, നിക്ഷേപിക്കുന്ന തുക. R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ വിച്ച് കോമ്പൗണ്ടിങ് ഈസ് ഡൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ജസ്റ്റ് പരിചയം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ക് ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെൻ ₹10,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 3 years അറ്റ് 8% ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അതായത് 10,000 3 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 8% പലിശ ഈടാക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ഈ മുതൽ ചേർത്തിട്ട് പലിശയും കൂടി വരുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, മുതൽ അതിൻ്റെ കൂടെ പലിശയും കൂടി ചേർന്ന് വരുന്ന എമൗണ്ട് എത്രയായിരിക്കും? അതായത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ 3 years ഹൗ മച്ച് വിൽ ഇറ്റ് ബി? അതാണ് ചോദ്യമുള്ളത്. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, നമ്മളിത് കോമ്പൗണ്ട് ആവുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ദ ഫസ്റ്റ് ഇയർ എന്താണ് 10,000ൻ്റെ കൂടെ ഇതിൻ്റെ എത്ര ശതമാനം? ഇതിൻ്റെ 8%, അതായത് 800 രൂപ എന്തിലേക്ക് ആഡ് ആവുന്നുണ്ട്? ഇതിന് പലിശയായിട്ട് ആഡ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇയർ വരുമ്പോൾ എങ്ങനെയാണ് വരിക? 10,800 രൂപയാണ് പിന്നെ കിടക്കുന്ന എമൗണ്ട് അവിടെ. അതിൻ്റെ 8% പിന്നെ നമ്മൾ ഈടാക്കുന്ന പലിശ. അതിൻ്റെ 8% ഓക്കെ ആണ് നമ്മൾ പിന്നെ ഈടാക്കുന്ന ഈ പലിശ എന്ന് വെച്ചാൽ. അങ്ങനെ കൂടി വരുമ്പോൾ എത്രയാണ്? 3 വർഷം കഴിയുമ്പോൾ, അതായത് പലിശയുടെ പുറത്ത് പലിശ വരും. അതുകൊണ്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ എഴുതേണ്ടത്? P × 1 + R. ഓക്കെ, R ഷുഡ് ബി ഡിവൈഡഡ് ബൈ 100 ആട്ടോ. അത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല. ഈ R എന്ന് പറഞ്ഞ റേറ്റിനെ 100 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ⁻n. n എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ n എന്ന് വെച്ചാൽ 3 വരിക. R എന്ന് വെച്ചാൽ 8%. P എന്ന് വെച്ചാൽ എത്രയാണ്? 10,000 ആണ് P. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ഒരു പേജിന് ചെറിയൊരു ബ്ലറിങ് ഉണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. A = P × 1 + R raised to n. R raised to n ആണ് ഇവിടെ വരുന്നിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് raised to n ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10,000 ഇൻറ്റു എന്താണ് 1 + 8%. 8%ന് എന്താക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ 100 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 0.08 വരും. ഓക്കെ, 1 + 0.08. ഓക്കെ, സോറി, 1 + പോയിൻ്റ് ശ്രദ്ധിക്കുക, 1 + 0.08 ആണ്. 0.08. അപ്പോൾ എത്രയാണ് അത് വരിക? അത് വരിക 1.08 വരും. 1.08. ഈ 1.08ൻ്റെ ക്യൂബാണ് ഇവിടെ. റേസ് ടു 3 അല്ലേ വരിക. ആദ്യം ആ ക്യൂബ് കാണുക. 1.08 ഇൻറ്റു 1.08. എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? 1.08 ഇൻറ്റു 1.08 ഇൻറ്റു 1.08. അത് കണ്ടതിന് ശേഷം അപ്പോൾ ഏകദേശം എന്താണ് അത് 1.259712 വരും. അതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12,597 റുപ്പീസാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് 3 വർഷം കഴിഞ്ഞാൽ ലഭിക്കുക. ഓക്കെ, വളരെ സിമ്പിളായ കോൺസെപ്റ്റാണ്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ഇത് മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ് വരികയാണെങ്കിൽ എന്താ വരിക? മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ് വരികയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റിനെ എന്താണ് നമ്പർ ഓഫ് ടൈംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എമ്മിനെ എന്നുമായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് ആഡ് ആവുകയാണെങ്കിൽ, ഓക്കെ, അതായത് ഹാഫ് ഏർലിയാണ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നത് എങ്കിൽ നേരത്തെ ചെയ്ത കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 10,000 നമ്മൾ എഴുതുക. 10,000 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും? R ഡിവൈഡഡ് ബൈ 2. പിന്നെ അതിനെ എന്ത് ചെയ്യണം? 100 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2 പ്രാവശ്യമാണല്ലോ നമ്മൾ ഇയർ വൈസ് നോക്കുമ്പോൾ എന്ത് വരിക? ഹാഫ് ഏർലി ആണെങ്കിൽ വരിക 1+ ഉണ്ട്, ശ്രദ്ധിക്കുക. 10,000 ഇൻറ്റു 1 + R ഡിവൈഡഡ് ബൈ 2. ഇതിപ്പോൾ ഹാഫ് ഇയർലി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എന്ത് റേസ്റ്റ് എന്ത് വരും? 2 ഇൻറ്റു എന്ത് വരും? 3 വരും. ഹാഫ് ഇയർലി ആയിട്ടാണ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നത് എങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 6 വരും, ഇവിടെ എന്ത് വരും? ഇവിടെ 4 വരും. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. മൾട്ടിപ്പിൾ പീരീഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്വാർട്ടേർലി ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ 2ന് പകരം എന്ത് വരും? 4 വരും. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. നമുക്ക് അടുത്ത പേജിൽ അതിൻ്റെ കണക്ക് കൊടുത്തിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് കോമ്പൗണ്ട് വാല്യൂ വെൻ 10,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 3 years ആൻഡ് ഇൻട്രസ്റ്റ് 8% പെർ ആനം കോമ്പൗണ്ടഡ് ഓൺ ക്വാർട്ടർലി ബേസിസ്. അതായത് ക്വാർട്ടർലി ബേസിസിലാണെങ്കിൽ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ ശ്രദ്ധിക്കാം. ആദ്യം ഇക്വേഷൻ എഴുതിയിരിക്കുന്നു. ഇക്വേഷൻ ശ്രദ്ധിക്കുക. P ഇൻറ്റു 1 + R ഡിവൈഡ് ബൈ M ഹോൾ റേസ് ടു M ഇൻറ്റു N. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താവെന്ന് വെച്ചാൽ ഇവിടെ 0.8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റേസ് ടുവിൻ്റെ നേരത്ത് 4 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 12 വരും, ഇവിടെ 0.2 വരും. ഓക്കെ, അപ്പോൾ എത്ര വരും? 12,682 രൂപയാണ് വരിക. ഇനി എന്താണ് ഡബിളിംഗ് പീരീഡ് എന്നുള്ളതാണ്. എത്ര കാലം കൊണ്ടൊരു തുക ഇരട്ടിയാകും? അതാണ് ഡബിളിംഗ് പീരീഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Compound value tables can be used to calculate the doubling period. The doubling period is the length of period in which an amount becomes double at a given rate of interest. ഇപ്പോൾ 10% പലിശക്ക് എത്ര കാലം കൊണ്ടാണ് അത് ഡബിൾ ആവുക? അത് ഇരട്ടിയാവണമെങ്കിൽ എത്ര കാലം പിടിക്കും? അതാണ് ഡബിളിംഗ് പീരീഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ വി ഫൈൻഡ് ഫ്രം കോമ്പൗണ്ട് വാല്യൂ ടേബിൾ 3 that
It takes about 9 years to double 8% and about 6 years at 12%. Doubling period can also be determined using the rule of 72 or rule of 69. അപ്പോൾ എങ്ങനെ ഡബിളിംഗ് പീരീഡ് കാണാമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ രണ്ട് റൂൾ ഉണ്ട്. There is a rule of 72 as well as the rule of 69. 69 ആകുമ്പോൾ 0.35 പ്ലസ് എന്താണ് 69 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരിക. ഇവിടെ ആണെങ്കിൽ വെറും 72 ഡിവൈഡഡ് ബൈ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു കണക്ക് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ 3. If A deposits an amount of rupees 10,000 at 6% interest, how many years will this amount double? എത്ര കൊല്ലം കൊണ്ട് ഇത് ഡബിൾ ചെയ്യും? ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് രണ്ട് രീതി ഉണ്ട്. ഒന്നുകിൽ 72 റൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 69 റൂൾ യൂസ് ചെയ്യാം. 72 റൂൾ ആണെങ്കിൽ 72 ഡിവൈഡഡ് ബൈ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 6. അപ്പോൾ 12 വർഷം കൊണ്ട് ഈ 10,000 രൂപ ഈ പറയുന്ന 6% പലിശ നിരക്കിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 12 വർഷം കൊണ്ട് അത് ഇരട്ടിയാകും, 20,000 രൂപയാകും. ഇനി നമ്മൾ ഈ പറയുന്ന 69 റൂൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 0.35 പ്ലസ് എന്താണ് 69 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്ത് വരും? 11.85 ഇയേഴ്സ് കൊണ്ട് അത് ഡബിൾ ആവും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും റൂൾ വെച്ചിട്ട് നിങ്ങൾ ആ ഡബിളിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അതിൻ്റെ തിയറി ഒന്ന് പഠിച്ചു വെക്കുക. ഡബിളിംഗ് പീരീഡ് എന്താണ്? ഇനി എഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഈക്വൽ whenever they generate the same compounded sum or future value. ഓക്കെ, അതായത് എഫക്റ്റീവ് റേറ്റും നോമിനൽ റേറ്റും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? അത് രണ്ടും നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് സെയിം ഫ്യൂച്ചർ വാല്യൂ അല്ലെങ്കിൽ സെയിം കോമ്പൗണ്ടഡ് വാല്യൂ കിട്ടുമ്പോഴാണ് ഇത് രണ്ടും ഈക്വൽ ആവുന്നത്. ഓക്കെ, ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ദ ആനുവലി കോമ്പൗണ്ടഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ഇക്വലൻറ്റ് ടു ആൻ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ടഡ് മോർ ദാൻ പെർ ഇയർ, മന്ത്ലി, ക്വാർട്ടർലി ആൻഡ് ഹാഫ് ഇയർലി. അതായത് മന്ത്ലി, ക്വാർട്ടർലിക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ എഫക്റ്റീവ് റേറ്റ് നമ്മുടെ നോമിനൽ റേറ്റുമായിട്ട് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഫക്റ്റീവ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. എഫക്റ്റീവ് റേറ്റ് എന്താണ്? ഇങ്ങനെയാണ് എഫക്റ്റീവ് റേറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. 1 + R ഡിവൈഡ് ബൈ M റേസ് ടു M - 1. ഓക്കെ, സോ ഈ IR ആണ് എന്ത് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. R നമ്മുടെ നോമിനൽ റേറ്റ് ആണ്. M എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ആണ്, കോമ്പൗണ്ടിങ്ങിൻ്റെ ടൈംസ്. നമ്മൾ കണ്ടു ക്വാർട്ടർലി ആകുമ്പോൾ 4 ടൈം വരും, ഹാഫ് ഇയർലി ആകുമ്പോൾ 2 ടൈം വരും. ഓക്കെ, ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ എവറി 4 മന്ത് ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. എന്താണ്? 3 ആയിരിക്കും ടൈം വരിക. ഓക്കെ, അപ്പോൾ ആ ടൈം എങ്ങനെ വേണമെങ്കിൽ മാറാം. അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവ് റേറ്റ് നമ്മൾ കാണേണ്ടത്? അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്ത് ശ്രദ്ധിക്കുക. മിസ്റ്റർ അരുൺ ഡെപ്പോസിറ്റഡ് rupees 10,000 in a bank for a period of 1 year. The bank offers 2 options. The first one is to receive interest at 12.5% per annum compounded quarterly. അപ്പോൾ 4 ആണ് എന്ത് ടൈം പീരീഡ് വരുന്നത്, 4 ആണ്. ഓക്കെ, ടു റിസീവ് ഇൻട്രസ്റ്റ് അറ്റ് 12.6% per annum compounded half yearly. Which option should be accepted? അതായത് അപ്പോൾ ഒന്നുകിൽ ക്വാർട്ടർലി ആയിട്ട് 12.5% ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ട് 12.6% കിട്ടും. ഏതാണ് കുറച്ചും കൂടി നല്ലൊരു, നമുക്ക് കൂടുതൽ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതിനാണ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് EIR ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ നേരത്തെ തന്ന ആ ഒരു ഇക്വേഷൻ, അതായത് ഈ ഒരു ഇക്വേഷൻ മുഖാന്തരമാണ് നമ്മളിവിടെ കാണേണ്ടത്. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ മുഖാന്തരമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 12.5% ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആകുമ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവ് റേറ്റ് വരുന്നത് നോക്കാം. 1 എന്താണ് നമ്മുടെ റേറ്റ് എത്രയാണ് വരുന്നത്? 12.5 ആണ്. അപ്പോൾ ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിൻറ്റ് എന്താണ് 125 വരും. ഡിവൈഡ് ബൈ ഇവിടെ N എത്ര വരിക? N 4 വരിക. കാരണം എന്താണ് ക്വാർട്ടർലി ആണ്, അതുകൊണ്ട് ഇവിടെ N 4 വന്നിരിക്കുന്നു. സോറി, M 4 വന്നിരിക്കുന്നത്. M 4 വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് M റേസ് ടു 4 വരിക, -1 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ റേസ് ടു 4 വരുമ്പോൾ
എന്താ വരുന്നതെന്ന് വെച്ചാൽ 1.131 വരുന്നത്. അപ്പോൾ അതിനെ 1 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 0.131 വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിനെ പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷനിലേക്ക് എടുക്കുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താണ് 13.1% ആണ് ഇതിൻ്റെ എഫക്റ്റീവ് റേറ്റ് വരുന്നത് ക്വാർട്ടേർലി ആയിട്ട് എടുക്കുന്ന നേരത്ത്. ഇനി ഓപ്ഷൻ 2 കൊടുത്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് 12.6% ഹാഫ് ഇയർലി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റീവ് റേറ്റ് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എഫക്റ്റീവ് റേറ്റ് ശ്രദ്ധിക്കാം. ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ 4 വന്നതെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് 2. ഓക്കെ, വന്നിരിക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ 2 ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 13%, അതായത് 1.13 ആണ് ഇവിടെ ഈ ഒരു കാൽക്കുലേഷനിൽ കിട്ടുന്നത് 1.13 ആണ്. അപ്പോൾ അതിനെ 1 മൈനസ് ചെയ്യുമ്പോൾ 0.13 വരും. 0.13 നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 13% ആണ് വരുന്നത്. അപ്പോൾ ഒരു ബെറ്റർ പ്രോപ്പോസിഷൻ, ഈവൻ അത് 12.5% ആണെങ്കിൽ പോലും ബെറ്റർ പ്രോപ്പോസിഷൻ ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതാണ് നല്ലത്. കൂടുതലും എഫക്റ്റീവ് റേറ്റ് കിട്ടുക 12.5% ഇൻട്രസ്റ്റ് റേറ്റിന് ക്വാർട്ടേർലി ആയിട്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, ഇതുവരെ നമ്മൾ എങ്ങനെയാണ് ഈ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ എങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ, നമ്മളൊരു നിശ്ചിത തുക ഒരു ബാങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപത്തിലിട്ടിട്ട് അവിടുന്ന് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടെ വരുന്ന ഫ്യൂച്ചർ വാല്യൂ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ നിശ്ചിത തുക ഇടാതെ നമ്മളൊരു പീരിയോഡിക്കലായിട്ട് തുകകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷമോ അല്ലെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴോ നമ്മൾ ഒരു എമൗണ്ട് ഇടുന്നു. അപ്പോൾ അതെല്ലാം കൂടി അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടി വന്നിട്ട് എല്ലാത്തിനും കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് അതിനൊരു ഫ്യൂച്ചർ വാല്യൂ വരിക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ആനുറ്റി എന്നാണ് ഇതിന് പറയുക. ആനുറ്റി ഓഫ് എന്താണ് ഈക്വൽ ക്യാഷ് ഫ്ലോ. ഇപ്പോൾ നമ്മൾ ഓരോ മാസം 10,000 രൂപ വെച്ച് ഇടുന്നു. അപ്പോൾ അതിന് എന്ത് വരുന്നുണ്ട്? ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇൻട്രസ്റ്റിനും പലിശ വരുന്നു. നമ്മൾ അടുത്ത മാസം ഇടുന്ന ആ ഒരു പ്രിൻസിപ്പളിനും പൈസ വരുന്നു. അത് ഓരോ മാസം നമ്മൾ പ്രിൻസിപ്പളായിട്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മുതലായിട്ട് നമ്മൾ എന്തിരുന്നു? ക്യാഷ് ഇടുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ക്യാഷിൻ്റെ പുറത്തും പലിശ വരുന്നു ഓരോ മാസം കഴിയുന്തോറും. അതേപോലെ തന്നെ എന്തെങ്കിലും വരുന്നു, ആ ഇൻട്രസ്റ്റിനും വീണ്ടും എന്താണ് ഇൻട്രസ്റ്റ് വരുന്നു. ഓക്കെ, അതാണ് ആനുറ്റി ഈക്വൽ ആയിട്ട് ഇടുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്തെ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ഈസ് ഈക്വൽ ടു എ എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ആനുറ്റി ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന എ 1 + r⁻n - 1 ഡിവൈഡഡ് ബൈ എന്താ കൊടുത്തിരിക്കുന്നത്? ഡിവൈഡഡ് ബൈ. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് പരിശോധിക്കാം. അതായത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ഈസ് ഈക്വൽ ടു ആനുറ്റി ഇൻറ്റു 1 + r⁻n - 1 ഡിവൈഡ് ബൈ r ആണ്. 1 + r⁻n - 1 ഡിവൈഡഡ് ബൈ r, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റു ആനുറ്റി. ഈ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിനെ ആനുറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി. ഈക്വൽ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ആ ആനുറ്റീൻ്റെ ഫ്യൂച്ചർ വാല്യൂ ഇങ്ങനെ ലഭിക്കും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? FV എ എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി ആണ്. എ എന്ന് വെച്ചാൽ ആനുറ്റി ആണ്. പിന്നെ R എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. N എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ആനുവലി ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഒരു കണക്കിലേക്ക് കടക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കണക്ക് നോക്കാം. എക്സാമ്പിൾ 7. അപ്പോൾ എക്സാമ്പിൾ 7 പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ എ ഡെപ്പോസിറ്റ്സ് ₹2,000 അറ്റ് ദ എൻഡ് ഓഫ് എവറി ഇയർ ഫോർ 30 years. അതായത് ഓരോ വർഷവും അവസാനവും മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി 2,000 രൂപ നിക്ഷേപിക്കുന്നു. ഓക്കെ, 30 വർഷത്തേക്ക് അയാളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക്. പേയിങ് 5% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. 5% ഇൻട്രസ്റ്റ് ആണ് അദ്ദേഹത്തിന് കോമ്പൗണ്ടഡ് ആയിട്ട്, അതായത് ആ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് പിന്നെ അടുത്ത വർഷം വരുമ്പോൾ പലിശ വരും. അതാണ് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ സം ഓഫ് മണി ഹി വിൽ ഹാവ് അറ്റ് ദി എൻഡ് ഓഫ് 5th year. 5ാമത്തെ വർഷമാകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് എത്ര രൂപയാകും, എത്ര കാശാവും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തിൽ എത്ര കാശാവും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഇടുന്ന എമൗണ്ട് എത്രയാണ്? 2000 ഡെപ്പോസിറ്റ്, അതായത് ചെയ്യുന്ന മുതലിലേക്ക് ഇടുന്ന പൈസ 2000, അതിൻ്റെ കൂടെ 5% പലിശയും വരുന്നു. അപ്പോൾ ഇടുന്നത് 5 ഓക്കെ. അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് അറിയേണ്ടത്. അപ്പോൾ 5 ഇൻട്രസ്റ്റ് റേറ്റ് 5 പിന്നെ അതിൻ്റെ പീരീഡ് 5 എന്ന് വെച്ചിട്ട് ഒരു ആനുറ്റി ടേബിൾ ഉണ്ട്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ടേബിൾ 4 കൊടുത്തിരിക്കുന്ന ആനുറ്റി ടേബിൾ. അപ്പോൾ അതിലൊരു റേറ്റ് കാണിക്കും. ആ റേറ്റിനെ നമ്മുടെ ഈ പറയുന്ന, അപ്പോൾ അതിൽ കാണിക്കുന്ന റേറ്റാണ് ഈ 5.526. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അത് കൃത്യമായി കൊടുക്കും. ആനുറ്റി ടേബിൾ ഒന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല FMൻ്റെ എക്സാമിന്. ഓക്കെ, അത് വളരെ റെയറായിട്ട് നമ്മൾ കണ്ടാൽ മതി. ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വളരെ റെയറായിട്ട് നമ്മൾ FMൽ ആനുറ്റി ടേബിളൊക്കെ കരുതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഈ ആനുറ്റി ടേബിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ എമൗണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുതലിനെ, അതായത് ആനുറ്റി അടയ്ക്കുന്ന ആനുറ്റിയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 11,052 രൂപ, 11,052. അപ്പോൾ ഇത് ആനുറ്റി ടേബിളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ കണ്ടെത്തുന്ന എമൗണ്ടാണ്. അത് വളരെ സിമ്പിളുമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അല്ലാത്ത മറ്റൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാര്യം 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ മുഖാന്തരം ചെയ്യുന്നത് ഈ ഒരു ടേബിളർ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ വരുന്നത് 5 വർഷമാണ്. അപ്പോൾ ഇവിടെ 4 വർഷത്തെ കണക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത് 5ാമത്തെ വർഷം നെക്സ്റ്റ് പേജിലുള്ളത്. ഓക്കെ, ഇത് ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്ത് ആദ്യ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, 4ാമത്തെ വർഷം, 5ാമത്തെ വർഷം അടുത്ത പേജിലുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ വർഷവും ഇടുന്ന എമൗണ്ട് 2000. ഇവിടെ നിങ്ങൾ ഇത് കൊടുക്കുക. നമ്പർ ഓഫ് ഇയേഴ്സ് കോമ്പൗണ്ടഡ് ആണ്. ഇവിടെ 4 വരും, ഇവിടെ 3 വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും. നെക്സ്റ്റ് ഇയർ അത് 0 ആണ് വരിക. ഓക്കെ, 0 ആണ് വരിക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 5 അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5. 5 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 0.5 കിട്ടും. ഓക്കെ, അപ്പോൾ ആ കിട്ടിയ 0.5നെ നിങ്ങൾ ആദ്യം 1 പ്ലസ് 0.5 റേസ് ടു 4 ഇവിടെ ഈ എമൗണ്ട്, ഈ ഒരു സംഖ്യ റേസ് ടു 4 എന്ന് വെച്ചിട്ട് ഇവിടെ എഴുതാം. 1 പ്ലസ് 0.5 അത് എത്ര വരും? 1.05 റേസ് ടു 4. അതാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ വരുന്ന നേരത്ത് അത് 1.05 റേസ് ടു 3. ഇവിടെ 3 ഉള്ളത് കൊണ്ട് ഇവിടെ വരുമ്പോൾ അത് 2 ആകും. ഇവിടെ വരുമ്പോൾ അത് 1 ആകും. ഇനി നെക്സ്റ്റ് പീരീഡിൽ വരുമ്പോൾ എന്താണ്? 5ാമത്തെ വർഷം 2000. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 0 ആവില്ല. ഓക്കെ, അപ്പോൾ എന്തിൻ്റെങ്കിലും നേരത്തെ, അതായത് 1.05 റേസ് ടു 0 എന്താണ്? അത് 1 ആണ് വരിക. അപ്പോൾ 2 റേസ് ടു 0 എത്രയാണ്? 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ 1 വരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2000നെ ഈ ഓരോ എമൗണ്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവിടേക്ക് എഴുതുക. ഇതിന് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് എഴുതുക. ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 2432, ഇവിടെ 2316, ഇവിടെ വന്നിരിക്കുന്നത് 2206, ഇവിടെ വന്നിരിക്കുന്നത് 2100. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 2000നെ 1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയ, അതായത് ഈ ഒരു ഏരിയയിൽ വന്ന എല്ലാ ടേബിളും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ എഴുതുക. എത്ര വന്നെന്ന് വെച്ചാൽ 11,054. ഇങ്ങനെയാണ് ഈക്വൽ ആനുറ്റി എമൗണ്ട് ആണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് വാല്യൂ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവിടെ വന്നിരിക്കുന്ന, അതായത് ഈ ടേബിളിൽ വന്നിരിക്കുന്ന ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അതിന്. ഇനി ഡിസ്കൗണ്ടിങ് വാല്യൂ ടെക്നിക്ക് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇൻ കേസ് ഓഫ് കോമ്പൗണ്ടിങ് ടെക്നിക് വി കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് മണി അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ്. ദിസ് മീൻസ് വി കാൽക്കുലേറ്റ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണി.
ഓക്കെ, അതായത് നിലവിലെ കാശ് ഭാവിയിൽ എങ്ങനെയാണ്, എത്ര രൂപയാണ് ഭാവിയിൽ നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാവിയിൽ ആ ക്യാഷിൻ്റെ മൂല്യം എത്രയായി തീരും എന്നാണ് നമ്മൾ കോമ്പൗണ്ടിങ് ടെക്നീക്കിലൂടെ നോക്കുന്നത്. ഇനി ഡിസ്കൗണ്ടിങ് ടെക്നീക്കിലൂടെ നമ്മൾ എന്താണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ഭാവിയിലുള്ള ഫ്യൂച്ചർ വാല്യൂ, അതായത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണിയെ എന്താണ്, അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത്, ഡിസ്കൗണ്ടിങ് വാല്യൂ ടെക്നീക്ക് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ടെക്നീക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ വിവരണം കൊടുത്തിരിക്കുന്നത് ഡിസ്കൗണ്ടിങ് ഈസ് ദ റിവേഴ്സ് ഓഫ് കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ്ങിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു ടെക്നീക്കാണ് ഡിസ്കൗണ്ടിങ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൊടുത്തിരിക്കുന്നത് ദ ഡിസ്കൗണ്ടിങ് ടെക്നീക്ക് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ മേ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ എമൗണ്ട് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗിവൺ എമൗണ്ട്, ഒരു സിംഗിൾ എമൗണ്ടിനെ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്താണ് ആനുറ്റിയുടെ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ കോമ്പൗണ്ടിങ് ടെക്നീക്കിൽ ഫ്യൂച്ചർ വാല്യൂ ടെക്നീക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്കൗണ്ടിങ് ടെക്നീക്കിലും ഈ രണ്ട് മെത്തേഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചർ സം, ഒരു ഫിക്സഡ് എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണാനും പിന്നെ അതേപോലെ ഇൻസ്റ്റാൾമെൻറ്റുകളുടെ പ്രസൻറ്റ് വാല്യൂ കാണാനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണക്കുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിങ് മെത്തേഡിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ കാണാൻ ശ്രമിക്കുന്നതിന് മുൻപായിട്ട് നോക്കേണ്ട ഒരു ഇക്വേഷനാണ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ 1+r⁻n. ഓക്കെ, അതായത് ഇവിടെ പി വി എന്താണെന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ ആണ്. അതായത് പ്രസൻറ്റ് വാല്യൂ കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, പി എന്താണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ടാണ് പി എന്ന് വെച്ചാൽ, പിന്നെന്താണ് ഈ 1+r⁻n നമ്മൾ നേരത്തെ ഫ്യൂച്ചർ വാല്യൂവിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പി എന്താണ്, പി എന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ആണ് പി എന്ന് വെച്ചാൽ. ആർ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ അതൊരു സിംഗിൾ എമൗണ്ട്, ഇപ്പോൾ ഒരു 5,000 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണെങ്കിൽ 1 പ്ലസ് അതിപ്പോൾ 10% ആണെങ്കിൽ 10 ഡിവൈഡ് ബൈ 100 എന്ന് ചെയ്യണം. 2 വർഷത്തേക്കാണെങ്കിൽ ⁻² എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് 1 പ്ലസ് 0.10⁻². അപ്പോൾ എത്ര വരും, 1.10⁻². അപ്പോൾ 1.10ൻ്റെ സ്ക്വയർ കാണാം. എന്നിട്ട് ആ എമൗണ്ടിനെ എന്ത് ചെയ്യുക, 5,000 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ 10 ആണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ആനുറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അത് ഒരു ലിമിറ്റഡ് ക്യാഷ് ഫ്ലോ അല്ല, അതൊരു സിംഗിൾ ക്യാഷ് ഫ്ലോ അല്ല, അതായത് കണ്ടിന്യൂസ് ക്യാഷ് ഫ്ലോ ആയിട്ട് വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ് ചോദ്യം, വായിച്ചു നോക്കാം. ആനുറ്റി റിസീവ്ഡ് ഈസ് 5,000 per annum. Calculate present value of the annuity received for 4 years. Okay. If the discount factor is 6%. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%. ആനുറ്റി അടയ്ക്കുന്ന തുക എത്രയാണ്, 5,000 ആണ്. ഓക്കെ, പിന്നെ അതേമാതിരി നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്, 4 വർഷമാണ്. ഇത് വെച്ചിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ആനുറ്റി എന്നതായതുകൊണ്ട് ഇതിവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള എമൗണ്ടിൽ അടയ്ക്കുന്നത്, ഇത് 4 വർഷങ്ങൾ ഇവർ അടയ്ക്കുന്ന എമൗണ്ടാണ്. ഓക്കെ, 4 വർഷങ്ങളിൽ ഇവർ എന്തടയ്ക്കുന്നുണ്ട്, ഈ പറയുന്ന 5,000 അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും നല്ല രീതി ഈ ഒരു രീതി വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അതിനെക്കാട്ടും നല്ലത് നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ എപ്പോഴും ടേബിൾ വരച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, 4 കോളാണ് വരുന്നത്. അതിൽ ഫസ്റ്റിൽ ഇയേഴ്സ് വരിക, സെക്കൻഡിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ആനുറ്റി അടയ്ക്കുന്നത് വരിക, എഴുതുക 4 വർഷത്തിൽ. പിന്നെ ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ പി വി ഫാക്ടർ കാണുക. ഓക്കെ, അത് നമുക്ക് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പി വി ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇത് അവസാനം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്, ഇതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഓരോ രീതിക്കാണ് ഇതിവിടെ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 1 പോയിൻറ്റ്.
ഓക്കെ, എത്ര വരിക? 10 അല്ല, ശ്രദ്ധിക്കുക, ഇങ്ങനെ വരും. 1 + 6 / 100. ഓക്കെ, റേസ് ടു n ആണ്. അപ്പോൾ ഇവിടെ നമ്മളതിന് മുമ്പായിട്ട് ഇവിടെ 1 / എന്ന് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് 1 / 1.06 വരും അല്ലേ. 6 / 100 എത്രയാ? 0.06. ഈ 0.6നെ 1 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? 1.06. ഇവിടെ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഇവിടെ എന്താണ്, ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണെന്ത് നമ്മൾ റേസ് ടു ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേസ് ടു 1 എന്താണ്? 1.06 തന്നെ. അപ്പോൾ 1 / 1.06 ആണെന്ത് ഈ ഒരു എമൗണ്ട് എത്ര? 0.946. ഓക്കെ, ഇനി രണ്ടാമത്തെ വർഷം വരുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 2 വരും. ഓക്കെ, റേസ് ടു 2. അപ്പോൾ ആദ്യം ഇതിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് 1 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റേസ് ടു 2 ചെയ്യുമ്പോൾ എന്താണ്? 1 / 1.06 ഇൻറ്റു എന്താണ്? 1.06. ആദ്യം ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 1 ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന എമൗണ്ട് ആണ് 0.890. ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഈ കേസിൽ വരുമ്പോൾ ഒന്നുകൂടി വരും 1.06. ഒന്നുകൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ എന്താണ്? റേസ് ടു 3 വരിക. ഓക്കെ, ഈ ഒരു കേസിൽ റേസ് ടു 3 വരും. കാര്യം എന്താണ്? നമ്പർ ഓഫ് ഇയർ 3 ആണ്. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 0.840. 1 ഡിവൈഡ് ബൈ എന്താണ്? ഇതിൻ്റെ ക്യൂബ് കണ്ടാൽ കിട്ടുന്ന എമൗണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്താൽ 0.840 വരും. നാലാമത്തെ വർഷം വരുന്നത് 0.790 ആണ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി വന്ന് 1. അങ്ങനെ ഓരോ ഫാക്ടറും മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളിവിടെ എഴുതുക. ഓക്കെ, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഓരോന്നും ഇവിടെ നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടും നമ്മുടെ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ആന്വിറ്റീൻ്റെ കേസിൽ അങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ വരുന്നത്. ഇനി ഈ നമ്മൾ കിട്ടിയിരിക്കുന്ന, ശ്രദ്ധിക്കുക, ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ്, ഈ പറയുന്ന ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുന്നുണ്ട്. ആ ഒരു സംഖ്യയെ നമ്മൾ ആന്വിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ പറയുന്ന പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഒരു സിംഗിൾ എമൗണ്ട് നിങ്ങൾക്ക് തന്നിട്ട്, അതായത് 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 10,000 രൂപ കിട്ടും, അതിന് 10% പലിശ എന്ന് പറയുകയാണെങ്കിൽ 1 പോയിൻ്റ് എഴുതുക, 10 റേസ് ടു 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 10,000ൻ്റെ നിലവിലെ പ്രസൻറ്റ് വാല്യൂ കിട്ടും ഒരു സിംഗിൾ എമൗണ്ട് തരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രസൻറ്റ് വാല്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ശ്രദ്ധിക്കുക, റിസ്ക് ആൻഡ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ വാട്ട് യു മീൻ ബൈ റിസ്ക് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. അപ്പോൾ എന്താണ് റിസ്ക്? റിസ്ക് എന്നുള്ളത് നമുക്ക് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? റിസ്കിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അക്കോർഡിംഗ് ടു റോമൻ, റിസ്ക് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ടു അക്കോംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ്. നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് അക്കോംപ്ലിഷ് ചെയ്യാൻ ഉണ്ടാകുന്ന ഒരു ഫെയിലിയറിൻ്റെ പേരാണ് റിസ്ക് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിസ്ക് മെയിൻലി എന്തായിട്ട് അൺസർട്ടനിറ്റി. ഓക്കെ, റിസ്ക് എന്താണ്? അൺസർട്ടനിറ്റിയാണ് റിസ്ക്. റിസ്ക് ഇസ് മെയിൻലി അൺസർട്ടനിറ്റി ടുവേർഡ്സ് ദി ഫ്യൂച്ചർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്താണ് റിസ്ക് എന്ന് ചോദിച്ചാൽ ഈ ഒരു എന്താണ് ഡെഫിനിഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ മീനിങ് ഇതവിടെ കൊടുത്തിട്ടുണ്ട്. റിസ്ക് റെഫേഴ്സ് ടു ദ വേരിയബിലിറ്റി ഓഫ് ആക്ച്വൽ റിട്ടേൺ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടാൻ പോകുന്ന റിട്ടേണിൻ്റെ വേരിയബിലിറ്റി, ഏറ്റക്കുറച്ചിലാണ് റിസ്ക് എന്ന് വെച്ചാൽ ഫ്രം എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന റിട്ടേണിൽ നിന്നും വരുന്ന ഏറ്റക്കുറച്ചിലാണ് നമ്മൾ റിസ്ക് ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് റിസ്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് റിസ്ക്, അപ്പോൾ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് റിസ്ക്? അതിൽ ഫസ്റ്റ് വൺ എന്താണ്? സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് ഫസ്റ്റ് വൺ. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക്? ഇറ്റ് ഈസ് എ നോൺ ഡൈവേഴ്സിബിൾ റിസ്ക്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് എക്കണോമിക്, സോഷ്യോളജിക്കൽ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, അതായത് ഇത്തരം ഫാക്ടേഴ്സ്, അതായത് എക്കണോമിക് ഫാക്ടേഴ്സ്, പെട്ടെന്നും എന്താണ് സാമ്പത്തിക മാന്ദ്യം വന്നു, അങ്ങനെ റിസ്ക് വരാം. അതേപോലെ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് വരാം, അങ്ങനെ റിസ്ക് വരാം. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് വരാം. ഓക്കെ, ഓൾ ദീസ് ഫാക്ടേഴ്സ് ഹാവ് ബെയറിംഗ് ഓൺ ദി എൻറ്റയർ മാർക്കറ്റ്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് ചോദിച്ചാൽ ഇറ്റ് എഫക്ട്സ് എൻറ്റയർ മാർക്കറ്റ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ,
ഡ്യൂ ടു എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 3 തരത്തിൽ സിസ്റ്റമാറ്റിക് റിസ്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാർക്കറ്റ് റിസ്ക് ആണ്, ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്, ഒന്ന് പർച്ചേസിംഗ് പവർ റിസ്ക് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റ് റിസ്ക്? റെഫേഴ്സ് ടു വേരിയബിലിറ്റി ഇൻ സ്റ്റോക്ക് പ്രൈസസ്. അതായത് നമ്മുടെ ഷെയറിൻ്റെ വിലയ്ക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മുടെ റിട്ടേണിനെ ബാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ത്? മാർക്കറ്റ് റിസ്ക്, സ്റ്റോക്ക് പ്രൈസ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നാണ്. ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് സെക്യൂരിറ്റി പ്രൈസസ് ഡ്യൂ ടു, അതായത് നമ്മുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുമ്പോൾ ഡിബഞ്ചറിൻ്റെയും ബോണ്ടിൻ്റെയൊക്കെ വിലയ്ക്ക് മാറ്റം വരും. അങ്ങനെ വരുന്ന റിസ്ക് ആണെന്ത്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അത് കഴിഞ്ഞിട്ട് പർച്ചേസിംഗ് പവർ റിസ്ക് എന്താ പറയുന്നത്? ദിസ് ടൈപ്പ് ഓഫ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കാരണം, വിലക്കയറ്റം കാരണം വരുന്ന റിസ്ക് ആണെന്ത്? പർച്ചേസിംഗ് പവർ റിസ്ക്. ഓക്കെ, ഇതൊക്കെയാണെന്ത്? സിസ്റ്റമാറ്റിക് റിസ്കിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. എന്താണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്? അൺസിസ്റ്റമാറ്റിക് റിസ്ക് അറൈസസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് പെക്യുലർ ടു എ പെർട്ടിക്കുലർ ഫേം. ഒരു പെർട്ടിക്കുലർ ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം, ഇറ്റ് എഫക്ട്സ് ദി എൻറ്റയർ മാർക്കറ്റ്. ഇത് മൊത്തം മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇതെന്താണ്? ഫേമിന് എഫക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? അൺസിസ്റ്റമാറ്റിക്. ഓക്കെ, അപ്പോൾ ഈ അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ രണ്ട് കാര്യങ്ങളാണ് അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ വരുന്നത്. ഒന്ന് ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള, നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്ക്. പ്രോഫിറ്റ് ചിലപ്പോൾ കുറയാൻ കൂടാം, അതൊക്കെ റിസ്ക്കാണ്. അത് ബിസിനസ് റിസ്ക്. പിന്നെന്താണ്? നമ്മുടെ ഡെപ്റ്റ്, നമ്മൾ വാങ്ങിയിരിക്കുന്ന കടം വേണ്ടത്ര രീതിയിൽ വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് വരും? ഫിനാൻസ് റിസ്ക് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ നോക്കാനുള്ളത്. പിന്നെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക് ഒക്കെയാണ്. അത് ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. ഡിസിഷൻ മേക്കേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക് മേ വൈഡ്ലി. അതായത് ഓരോ ബിസിനസ് ഡിസിഷൻ മേക്കേഴ്സിനും റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്കിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് വ്യത്യാസമുണ്ട്. ചിലർക്ക് റിസ്ക് എടുക്കാൻ വളരെ താല്പര്യം ഉണ്ടാവും ചില ബിസിനസ്സുകാർക്ക്, ചിലർക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച്. പിന്നെ റിസ്ക് ആൻഡ് റിട്ടേൺ എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഹെഡിങ്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് റിട്ടേൺ എന്താണെന്നുള്ളതാണ്. വാട്ട് ഈസ് റിട്ടേൺ? റിട്ടേൺ സിംപ്ലി റെഫേഴ്സ് ടു ദ ബെനിഫിറ്റ്സ് അക്രൂഡ് ഓൺ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ആൻ അസെറ്റ്. അതായത് ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് റിട്ടേൺ എന്ന് വെച്ചാൽ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു അസറ്റിൽ ഷെയർ വാങ്ങിയിട്ട് ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എന്താണ്? അത് റിട്ടേൺ ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് റിട്ടേൺ മെഷർ ചെയ്യുക? റിട്ടേൺ മെഷർ ചെയ്യേണ്ട രീതികളെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ് അപ്രോച്ച്. മെഷർമെൻറ്റ് ഓഫ് റിട്ടേണിൽ ഒന്ന് പ്രോഫിറ്റ് അപ്രോച്ച് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻകം അപ്രോച്ച്. അപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്തതിൽ നിന്നാണ് പ്രോഫിറ്റ് അപ്രോച്ചിൽ നിന്ന് നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതേപോലെ എത്രയാണ് നമ്മുടെ ഇൻകത്തിൻ്റെ ബേസിസിൽ നിന്നാണ് എന്ത് വരുന്നത്? ഇൻകം അപ്രോച്ചിൽ നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ രണ്ട് പോയിന്റ് കൂടി വരുന്നുണ്ട്. ഒന്ന് ക്യാഷ് ഫ്ലോ അപ്രോച്ച്, ഒന്ന് ഓക്കെ, മെഷർമെൻറ്റ് ഓഫ് റിട്ടേണിൽ മൂന്നാമത്തെ പോയിൻ്റാണ് ക്യാഷ് ഫ്ലോ അപ്രോച്ച്. അണ്ടർ ദിസ് അപ്രോച്ച് ദി ക്യാഷ് ഫ്ലോ ഓഫ് ദി ഫേം ആർ യൂസ്ഡ്. അതായത് ഫേമിൻ്റെ ക്യാഷ് ഫ്ലോ ആണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു അപ്രോച്ചിൽ. ഓക്കെ, നെക്സ്റ്റ് റേഷ്യോ അപ്രോച്ചാണ്. അതെന്താ പറയുന്നത്? സം റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു മെഷർ ദ റിട്ടേൺ. അപ്പോൾ എത്ര അപ്രോച്ചാണ് മെഷർമെൻറ്റ് ഓഫ് റിട്ടേണിലുള്ളത്? ഒന്ന് പ്രോഫിറ്റ് അപ്രോച്ച്, ഒന്ന് ഇൻകം അപ്രോച്ച്, ഒന്ന് ക്യാഷ് ഫ്ലോ അപ്രോച്ച്, ഒന്ന് റേഷ്യോ അപ്രോച്ച്. ദർ ആർ 4 അപ്രോച്ചസ് ഓക്കെ ടു മെഷർ റിട്ടേൺ. റിട്ടേൺ എന്താണ്? ഇൻകം ഫ്രം എൻ അസെറ്റ് ആണ് റിട്ടേൺ എന്ന് വെച്ചാൽ. ഓക്കെ, നോക്കി വെക്കുക. ഇനി റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. റിസ്ക് ആൻഡ് റിട്ടേൺ ആർ 2 സൈഡ്സ് ഓഫ് എ കോയിൻ അല്ലേ. റിസ്ക് കൂടിയാൽ എന്ത് കുറയും? എന്തും കൂടും? റിട്ടേണും കൂടും അല്ലേ. റിസ്ക് കുറഞ്ഞാൽ എന്ത് കുറയും? റിട്ടേണും കുറയും. അപ്പോൾ ഇത് രണ്ടും ദേ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് റിസ്ക് റിട്ടേൺ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പറയുന്നത്. ബോത്ത് ഗോ ടുഗദർ, ബോത്ത് ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഇറ്റ് മീൻസ് that a high return is normally associated with a high risk and low return is with low risk. In other words, return is directly proportional to the amount of the risk taken by the firm. Okay, അപ്പോൾ ഇതാണ് റിസ്ക് റിട്ടേൺ തമ്മിലുള്ള ബന്ധം. ദേ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്നാണ് നമ്മളെ ആൻസറിൽ വരേണ്ടത്. ദേ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
ഈ ഒരു എന്താണ് ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. റിട്ടേൺ ഇസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ പ്രീമിയം പ്ലസ് എന്താണ് റിസ്ക് പ്രീമിയം. റിസ്ക് ഫ്രീ പ്രീമിയത്തിൻ്റെ കൂടെ റിസ്ക് പ്രീമിയം കൂടി വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റിട്ടേൺ കിട്ടുന്നത്. എന്നിട്ട് റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നതിൽ നിങ്ങൾ ഈ ഒരു എന്താണ് ഈ ഒരു ഗ്രാഫും കൂടി ഒന്ന് വരച്ച് വെക്കുക. ഓക്കെ, റിട്ടേൺ ഇത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് റിസ്ക് കൂടുന്തോറും നമ്മൾ റിട്ടേൺ കൂടുക ചെയ്യാം. ഇത് റിസ്ക് ആണ്, ഇതാണ് റിസ്ക് ഫ്രീ പോയിന്റ്. റിസ്ക് ഫ്രീ പോയിന്റ് ഒരിക്കലും 0 ആവില്ല. കാര്യം നമുക്ക് മിനിമം എന്താണ് ഈ റിസ്ക് ഫ്രീ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മിനിമം റിട്ടേണിനെയാണ് എന്ത് ഈ പറയുന്ന റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് ഇറ്റ് 0 റിസ്ക് ആണ്. FD ഇട്ടുന്നത് നമുക്ക് എന്താണ്, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ FD ഇടുന്നത് നമുക്ക് ചിലപ്പോൾ 5.5% പലിശ കിട്ടും. അപ്പോൾ 5.5% അല്ലെങ്കിൽ 4%-ലാണ് ഇത് തുടങ്ങുക, എന്ത് 0 റിസ്ക് എന്ന്. എന്നിട്ട് ഇങ്ങോട്ട് എന്ന് റിസ്ക് കൂടുന്നതോറും എന്താണ് നമ്മൾ റിട്ടേൺ കൂടുക ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ലൈനാണ് പോവുക. അതെന്താണ്, അത് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. കാര്യം റിസ്ക്കും റിട്ടേണും പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. റിസ്ക് കൂടിക്കഴിഞ്ഞാൽ റിട്ടേൺ എന്താ ചെയ്യുന്നത്, കൂടുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസ്ക് റിട്ടേൺ ലൈൻ എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമ്മുടെ ചാപ്റ്ററിൽ ഒരു കാര്യം കൂടി നോക്കാനായിട്ടുള്ളത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ആണ്. എന്താണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്നുള്ളതാണ്. As already stated, every financial decision involves risk and return. A firm should consider risk while estimating the required return of an investment. അതാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് വെച്ചാൽ നമ്മൾ വരേണ്ട ആൻസർ എന്താണ്, എ ഫേം ഷുഡ് കൺസിഡർ റിസ്ക് വൈൽ കൺസിഡറിങ് റിട്ടേൺ. അതാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അതായത് നമ്മൾ റിട്ടേൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് റിസ്ക്കും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിൻ്റെ റിവിഷനിൽ പറയാനുള്ളത്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ എന്നാലും നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ചാപ്റ്ററിൻ്റെ ഫുൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്താണ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ